പ്രപഞ്ചത്തിന്റെ പൊരുൾ ധ്യാനത്തിൽ അധിഷ്ഠിതമാണെങ്കിൽ ഭാരതദേശം ആധ്യാത്മിക ജ്ഞാനത്താൽ പ്രകാശിതമാണ്. ഭാരതീയ സംസ്കാരത്തിൽ ആധ്യാത്മികതയുടെ ബ്രഹ്മതത്വത്തിന്റെ പ്രതീകങ്ങളാണ് ദേവാലയങ്ങൾ. ഈ ദേവാലയങ്ങൾക്ക് മേൽ ശിഥിലീകരണ ശക്തികളുടെ ആക്രമണങ്ങളും പതിവായിരുന്നു. കുംഭകോണം, ആർക്കോണം, മധുര, സോമനാഥ്, വാരണാസി, ഒറുഗള്ളു, മഹാബലിപുരം, പുരി, ഹംപി, ലേപാക്ഷി, അങ്ങനെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എത്രയോ ദേവാലയങ്ങളാണ് തകർക്കപ്പെട്ടത്. ഇതൊക്കെയും ചരിത്ര പുസ്തകം എഴുതപ്പെടുന്നതിനും എത്രയോ മുൻപാണ്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം പോലും നമ്മുടെ ക്ഷേത്രങ്ങൾക്ക് സംരക്ഷണം ലഭിച്ചിട്ടില്ല എന്നുള്ളതിന് ഏറ്റവും നല്ല തെളിവാണ് ലോക മനസാക്ഷിയെ ഒന്നടങ്കം ഞെട്ടിച്ചു കളഞ്ഞ അക്ഷർധാം ക്ഷേത്രാക്രമണം. ക്ഷേത്രങ്ങൾക്ക് നേരെ ഇങ്ങനെ ആക്രമണം നടത്തുന്നവരെ തുണ്ടം തുണ്ടമായി വെട്ടി അരിയുകയാണ് വേണ്ടത്. ശാന്തി, 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 ശാന്തി. ഇങ്ങനെ എപ്പോഴും ശാന്തി ശാന്തി എന്ന് പറഞ്ഞതുകൊണ്ടാ ആദ്യകാലം മുതലേ നമ്മുടെ മഹാക്ഷേത്രങ്ങളെല്ലാം ഇവിടെ വന്നു പോയവരെല്ലാം കൂടി ഒന്നൊന്നായി തച്ചു തകർത്തിട്ട് പോയത്. നിങ്ങൾ ഇനിയും ഇങ്ങനെ ശാന്തി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ ഭാരതദേശത്തിൽ ഇനിയുള്ള 138 ദിവ്യക്ഷേത്രങ്ങളും ചരിത്രത്തിലും ഫോട്ടോകളിലും ഒക്കെ അല്ലാതെ നേരിൽ കാണാനുണ്ടാവില്ല. ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാൻ ഒക്കെ ഉണ്ടല്ലോ. അവർക്ക് അവരുടെ സ്ഥാനങ്ങൾ പോലും സംരക്ഷിക്കാൻ പറ്റാത്തപ്പോൾ ക്ഷേത്രങ്ങൾ എങ്ങനെ സംരക്ഷിക്കും? അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും? മുൻകാലങ്ങളിൽ ഓരോ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാൻ ധീരന്മാരായ ക്ഷേത്രപാലകരുണ്ടായിരുന്നു. അതുപോലുള്ള ക്ഷേത്രപാലകരെ ഇപ്പോഴും നമ്മൾ തയ്യാറാക്കുകയാണ് വേണ്ടത്. ക്ഷേത്രപാലകരെന്ന് വെച്ചാൽ ക്ഷേത്രത്തെയും ക്ഷേത്ര പവിത്രതയെയും സംരക്ഷിക്കാൻ വേണ്ടി ജീവൻ കൊടുക്കാനും വേണ്ടി വന്നാൽ ജീവൻ എടുക്കാനും കഴിവുള്ളവർ. ക്ഷേത്രപാലകർക്ക് സമസ്ത പ്രാചീന യുദ്ധവിദ്യകളിലും അറിവുണ്ടാകണം. ക്ഷേത്രങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും കൊടുക്കാൻ ഈ ലോകത്ത് ആരുണ്ടാകും? ആരുണ്ടാകുമെന്നോ? നോക്ക് എത്ര പേരുണ്ടെന്ന്. അതൊക്കെ ശരി. എന്നാലും പ്രാചീന യുദ്ധവിദ്യകളെ കുറിച്ചൊക്കെ അറിവുള്ള ഒരു വ്യക്തി ഈ ആധുനിക യുഗത്തിൽ ആരുണ്ടാകും? ഉണ്ട്. ആ വിദ്യകളെല്ലാം അറിയുന്ന വ്യക്തി ഈ ഭാരതദേശത്തിൽ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. ഹിമാലയത്തിനടുത്തുള്ള രുദ്രപ്രയാഗ്, കർണപ്രയാഗ്, വിഷ്ണുപ്രയാഗ്, ദേവപ്രയാഗ് സംഗമത്തിനടുത്ത് പ്രാചീന ആയോധന വിദ്യകളെല്ലാം അഭ്യസിപ്പിച്ചിരുന്ന തക്ഷശിലയിലാണുള്ളത്. ആജന്മ ബ്രഹ്മചാരി, 70 വയസ്സ് കഴിഞ്ഞെങ്കിലും ഒരേ സമയം 100 പേരെ അടിച്ചു വീഴ്ത്താനുള്ള ശക്തിയുള്ളവൻ. ദിവസവും ബദ്രിനാഥനെ വണങ്ങുന്ന അദ്ദേഹത്തിന്റെ പേര് ഭീഷ്മനാരായണൻ. അദ്ദേഹത്തെ കാണുന്നത് എങ്ങനെയാ? ധർമ്മോ രക്ഷതി രക്ഷിതാഹ. ധർമ്മത്തെ നമ്മൾ സംരക്ഷിച്ചാൽ ധർമ്മം നമ്മളെ സംരക്ഷിക്കും. എനിക്കറിയാവുന്ന വിദ്യകളെല്ലാം ഈ കുട്ടികളെ ഞാൻ അഭ്യസിപ്പിക്കാം. ഇന്നലെ പഠിപ്പിച്ച ശ്ലോകം കേൾക്കട്ടെ. ക്ഷീരോ ധൻവത് പ്രദേശേ പ്രദേശേ പ്രദേശേ. ക്ഷീരോ ധൻവത് പ്രദേശേ ശുചിമണി ശുചിമണി. വിഷ്ണു സഹസ്രനാമം വളരെ കട്ടിയുള്ള ശ്ലോകമാണ്. ഞാൻ തന്നെ പഠിക്കാൻ 1 മാസമായിട്ട് ശ്രമിക്കുന്നു.
ദയവ് ഇത് ക്ഷമിക്കണേ. നമ്മളെപ്പോലുള്ള പാവങ്ങൾ ഇങ്ങനെ ഇതൊന്നും പാടരുതെന്ന് പറഞ്ഞാൽ ഇവൻ കേൾക്കില്ല. ഞങ്ങളുടെ മോനോട് ക്ഷമിക്കണം ഗുരുവേ. അതിനിവൻ എന്ത് തെറ്റിയതിട്ടാ? ആ കുട്ടികൾ പഠിക്കാൻ ഏറെ കഷ്ടപ്പെടുന്ന ശ്ലോകം ഒറ്റത്തവണ കേട്ടപ്പോൾ ഇവന് തെറ്റില്ലാതെ ചൊല്ലാൻ കഴിഞ്ഞെങ്കിൽ ഇവൻ സാധാരണക്കാരനല്ല, ദൈവികത്വമുള്ളവനാ. ഇവനെ നിങ്ങൾ എന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ സാക്ഷാൽ ശ്രീ മഹാവിഷ്ണുവിന്റെ കയ്യിലുള്ള സുദർശന ചക്രത്തിന് എത്ര ശക്തിയുണ്ടോ അതേ ശക്തിയുള്ളവനാക്കാം. ഇന്നു മുതൽ ക്ഷേത്ര സംരക്ഷണം മാത്രമാവണം നിന്റെ പ്രധാന ലക്ഷ്യം. ബദ്രി, അവൻ നിന്നേക്കാൾ പ്രായത്തിന് വലിയവൻ, അറിവിലും വലിയവൻ. അവനെ അടിച്ചു നേടാൻ പറ്റുമോ? ഈ ഭൂമിയിൽ വെച്ചോ വെള്ളത്തിൽ വെച്ചോ ഒന്നുമല്ല. അങ്ങ് സമ്മതിച്ചാൽ ആകാശത്ത് വെച്ച് ഞാൻ നേടിക്കാണിക്കാം. ഭാരതദേശത്തിൽ ഇനി ഇവർക്കറിയാത്ത ഭാഷകളില്ല, അറിയാത്ത വിദ്യകളില്ല. ആയുധമില്ലെങ്കിൽ പോലും ഒരേ സമയം 100-ലധികം പേരെ ഇവർക്ക് നേരിടാൻ സാധിക്കും. ഞങ്ങൾ അഭ്യസിച്ച വിദ്യകളെല്ലാം ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയോ ഞങ്ങളുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയോ ഞങ്ങൾ വിനിയോഗിക്കുകയില്ല. ക്ഷേത്രധർമ്മത്തിന് വേണ്ടി, അതിന്റെ പവിത്രതയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ജീവൻ പോലും അർപ്പിക്കും. മതങ്ങളുടെ മഹത്വം മനുഷ്യത്വത്തിൽ അധിഷ്ഠിതമാകണം. മമ മതാന് പൂജിതം പരമതാന് ഗൗരിതം. രാമദാസ്, കാശി ഗുരുജി. സീതാറാം,
അമർനാഥ്, ബദ്രി, ബദ്രിനാഥ്. ബദ്രിനാഥ് പുരാതന ദേവാലയം. സാക്ഷാൽ ശ്രീ മഹാവിഷ്ണുവിന്റെ പവിത്രമായ പാദങ്ങൾ പതിഞ്ഞ പുണ്യസ്ഥലം. ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രം മുഴങ്ങുന്ന ഇത് കാടാണ്, മരങ്ങളുണ്ട്, സിഗ്നൽസ് ഉണ്ടോ? ഭക്തിയൊക്കെ വേണം. ബദ്രിനാഥിലേക്ക് വരണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കില്ല എന്ന് വെച്ചാൽ എങ്ങനെ അനുഭവിച്ചോ? ബോഡി കൊണ്ടുപോകണമെങ്കിൽ തന്നെ എന്ത് ചെയ്യും? മിണ്ടുന്നില്ല, ഞാനൊന്നും മിണ്ടുന്നില്ല. നാരായണ മുത്തശ്ശ, സ്വാമി, എന്താ എന്തു പറ്റി? എന്റെ മുത്തച്ഛൻ പെട്ടെന്ന് അൺകോൺഷ്യസ് ആയി, ബ്ലഡ് വോമിറ്റ് ചെയ്തു. ഓം നമോ നാരായണായ. ആരാടാ നീ? അല്ലെങ്കിൽ തന്നെ ലങ്സ് പ്രോബ്ലം. മണ്ണ് തേക്കുന്ന എന്തിനാ? ചുപ്, ഇത് നാരായണ പർവ്വതത്തിലെ മണ്ണ. ഇതിൽ ഓരോ തരിയിലും ശ്രീ മഹാവിഷ്ണു ഉണ്ട്. ജഗാദുജി, बद्री कातर से സ്വാമി, എന്റെ കൊച്ചുമകൾക്ക് ഈശ്വര വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാ. അവളെ കൊല്ലരുതെന്ന് ദയവായി അങ്ങ് പറയണം. ബദ്രേ, അവളെ രക്ഷപ്പെടുത്തിയേക്ക്. രക്ഷപ്പെടുത്താൻ. വിചാരിച്ച് ചത്തു കാണും, ജീവനോടെ വരുന്നു. മിണ്ടുന്നില്ല. ബദ്രി, ഗുരുജി, ഭഗവാനെ ഇഷ്ടമില്ലാത്ത ഇവൾ ഈ ക്ഷേത്രത്തിൽ ഉണ്ടാവാൻ പാടില്ല. പറഞ്ഞയച്ചേക്ക്. പോകുന്നതിന് മുൻപ് ഒരു ദീപം അണച്ചതിന് പകരം ശിക്ഷയായി 1,00,000 ദീപം ഇവൾ തെളിയിക്കട്ടെ. ലക്ഷോ? അതെങ്ങനെ? അയ്യോ കഷ്ടം.
ദൈവം വായി തന്നിരിക്കുന്നത് വിശക്കുമ്പോ ആഹാരം കഴിക്കാനും ഉറക്കം വരുമ്പോ കോട്ടുവായിടാനുമാണ്, അല്ലാതെ വിളക്കൂതിക്കെടുത്താൻ വേണ്ടിട്ടല്ല. അനുഭവിച്ചോ അനുഭവിച്ചോ. ഏയ്, കൂടെ ഹെൽപ്പേഴ്സ് ഒന്നും വേണ്ട. പണിഷ്മെന്റ് കൊടുത്തതേ അവൾക്ക് മാത്രമാ. അല്ല, ഇപ്പൊ ക്രിക്കറ്റ് തന്നെ ഒരാളല്ലല്ലോ കളിക്കുന്നത്. 5 സ്റ്റാർ ഹോട്ടലിൽ ഫുഡുണ്ട്, ഒരാൾക്ക് വേണ്ടിയല്ലല്ലോ. അതുപോലെ ഇവിടെ ഒരുപാട് പൂജകളുണ്ട്, ഒരു പൂജാരി അല്ലല്ലോ ചെയ്യുന്നത്, ഒരുപാട് പൂജാരിമാരില്ലേ? അല്ലേ മോനെ? എന്താ മോനെ ഇങ്ങനെ നോക്കുന്നത്? തന്നെ എടുത്ത് നദിയിലോട്ട് എറിഞ്ഞ രക്ഷിക്കാൻ ഒരാൾ വരുമോ ഒരുപാട് പേര് വരുമോ എന്ന് ആലോചിക്കുക. മോളെ, നീ ഒറ്റയ്ക്ക് കത്തിച്ചാ മതി. വേഗം കത്തിക്ക്, നമുക്ക് പോകാം. കത്തിക്കല്ലേ? നോൺസെൻസ്. മൊത്തം പോയി. ഇനിയിപ്പൊ ഇതെപ്പ കത്തിച്ച് തീരാനാ? അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, ഒരു ദീപം അണച്ചാൽ 1 തെളിയിക്കാൻ പറയാം, 10 തെളിയിക്കാൻ പറയാം, പോട്ടെ 100 തെളിയിക്കാൻ പറയാം. വായി തോന്നിയ പോലെ 1,00,000 കോടിയൊക്കെ തെളിയിക്കണം പറഞ്ഞാൽ എവിടെ തന്നെയാ? നിർത്തണോ? നിർത്തി. നോക്ക്, ഭക്തിയോടെ കത്തിച്ച വേഗം കത്തും. ഇങ്ങനെ മനസ്സിലാതെ കത്തിക്കുന്നോണ്ട് അണഞ്ഞു പോകുന്നത്. എങ്ങനെയൊക്കെ കത്തിച്ചാലും കാറ്റ് വന്ന അണഞ്ഞു പോവും. അണയില്ല. ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കത്തിച്ചോ, അപ്പൊ അണയില്ല. എന്ത്? ഇത് കത്തിക്കുന്നതിന് ഒരു പണിഷ്മെന്റാ? ഇനി 1,00,000 മന്ത്രം കൂടി ചൊല്ലണമെന്നോ? അത് ഈ പെൺകൊച്ച്. ഇവള് തന്നെ. എങ്കിൽ ചൊല്ലിക്ക്. ഞാൻ കാണിച്ചു തരാം. നോക്ക്. മോളെ, ഇതെന്തോ മാജിക് എന്നാ തോന്നുന്നു. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും മന്ത്രം ചൊല്ലിക്കൊണ്ടൊന്ന് കത്തിച്ചേരെ. നോക്കാലോ? നോക്കാം, എളുപ്പം തീരും. വേണമെങ്കിൽ മതി. ഓം നമോ നാരായണായ. അവളെ ഉണർത്തണ്ട മോനെ. അത്രയും സമയം കൂടി ഈ ദൈവസന്നിധിയില് അവൾ ഉണ്ടാകട്ടെ. എന്തുകൊണ്ടാ സാർ ഈ പെൺകുട്ടിക്ക് ദൈവത്തോട് ഇത്രയ്ക്ക് വിരോധം? ചെറുപ്രായത്തിൽ ക്ഷേത്രത്തിൽ ദീപങ്ങൾ തെളിച്ചുകൊണ്ടിരിക്കുമ്പോ അവളുടെ അമ്മ ഈ രക്ഷ കൈ കെട്ടിയാൽ ദൈവം എപ്പോഴും മോളുടെ കൂടെ ഉണ്ടാവും. ലക്ഷ്മി! ലക്ഷ്മി! ദൈവസന്നിധിയിൽ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ട അവൾക്ക് അന്നു മുതൽ ദൈവത്തോടുള്ള വിശ്വാസവും നഷ്ടപ്പെട്ടു. പിന്നെ എന്തിനാ സാർ ദൈവത്തിൽ വിശ്വാസമില്ലാത്തവളെ ഇവിടേക്ക് കൊണ്ടുവന്നത്? അവളിപ്പോ ശരിക്കും വല്ലാത്തൊരു പ്രോബ്ലത്തിലാ. സർക്കാർ സാറ് വരുന്നുണ്ട്. അമ്മേ, ഇതുവരേക്കും അച്ഛൻ കൊന്നവരും അച്ഛനു വേണ്ടി മരിച്ചവരും ഇവനെയും കൂടെ കൂട്ടി 98 പേരായി. സർക്കാർ ഡൽഹിയിലെ ഉള്ളത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കണ്ടോളൂ. ഇപ്പൊ തന്നെ ലേറ്റായി, കാര്യങ്ങൾ നടക്കട്ടെ. അമ്മേ, ഒരു മിനിറ്റ്. എന്റെ ഭർത്താവ് മുൻപൊരു അപകടത്തിൽപ്പെട്ടപ്പോൾ ഒരു വലിയ മനുഷ്യൻ വന്ന് ജീവൻ രക്ഷിച്ചു. ആ മനുഷ്യൻ വന്ന് ഒരു തുള്ളി വെള്ളം വായിലൊഴിച്ച് തന്നിട്ട് ദഹിപ്പിക്കാവൂന്ന് മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് ഫോൺ ചെയ്തിട്ടുണ്ട്, വന്നുകൊണ്ടിരിക്കുക. ആരാ വലിയ മനുഷ്യൻ? TD നമ്പ്യാർ. Yes, she comes
മുത്തച്ഛന് സുഖമില്ലാതിരിക്കുക, അതുകൊണ്ടാ ഞാൻ വന്നത്. മോളുടെ കൈ കൊണ്ട് കുറച്ച് തീർത്ഥം വായിലൊഴിച്ചു കൊടുക്കുമോളെ. എന്തിന്? ആ വെള്ളം ഒഴിച്ച ജീവിക്കൂ? ഇത്തരം ഭ്രാന്തൊന്നും എനിക്കിഷ്ടല്ല. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ആലോചിക്കും. ഞാൻ ആരാണെന്നറിയൂ? നിന്റെ അപ്പച്ചി, ഈ നാട് നിയന്ത്രിക്കുന്ന സർക്കാരിന്റെ ഭാര്യ. ഒരു തവണയെങ്കിലും നീ എന്നെ ഒന്ന് അപ്പച്ചിന്ന് വിളിക്ക്. മരിച്ചുപോയ എന്റെ ഏട്ടന്, അതായത് നിന്റെ അച്ഛന് അത് സന്തോഷാവും. എത്രയോ പേർക്ക് ജീവിതം കൊടുത്ത GD നമ്പ്യാരുടെ മോളെന്ന് പറയാതെ എത്രയോ പേരുടെ ജീവൻ എടുത്ത ഒരു റൗഡിയുടെ ഭാര്യയാണെന്ന് പറയുവാൻ നാടാവുന്നില്ലേ? എന്നാണോ നിങ്ങൾ വിവാഹ പന്തലിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്റെ മുത്തച്ഛനെ അപമാനിച്ചത്, അന്നു മുതൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളെ കാണരുതെന്നാ വിചാരിച്ചത്. ഇപ്പൊ നിങ്ങളോട് സംസാരിച്ചിട്ട് തന്നെ എനിക്ക് ഇറിറ്റേറ്റിംഗ് ഫീൽ ആവുന്നു. ഞാൻ ജീവനോടെ ഉള്ളിടത്തോളം ഈ നാവ് കൊണ്ട് നിങ്ങളെ അപ്പച്ചിയെന്ന് വിളിക്കില്ല. ഞാൻ ആരാണെന്നറിയോ? ഞാൻ ആരാണെന്നറിയോന്ന്? നിങ്ങളുടെ ഒരേ ഒരു മകളുടെ ഒരേ ഒരു മകനാ ഞാൻ. നിങ്ങളുടെ യാതൊരു സ്വത്തുക്കളും ഒറ്റ പൈസ പോലും ആശിച്ചു പോകരുതെന്നാ എന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഭർത്താവായിട്ട് എന്റെ അച്ഛനും മകനായിട്ട് ഞാനും ഒരു കുറവും വരാതെ സ്നേഹിക്കുന്ന എന്റെ അമ്മയാ നിങ്ങളുടെ കൊച്ചുമകൾ അപമാനിച്ചത്. അവിടെ വെച്ച് തന്നെ ഞാൻ അവളെ വെട്ടി അരിഞ്ഞേനെ. അമ്മ തടഞ്ഞതുകൊണ്ട് അവൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. പക്ഷെ അവളെ ജീവിച്ചിരിക്കാൻ ഞാൻ അനുവദിക്കില്ല. കൊല്ലും ഞാൻ. ഞാനിനി എത്ര കാലം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. ആവശ്യത്തിന് സ്വത്തുണ്ട്, പക്ഷേ മനസ്സമാധാനം തീരെയില്ല. ഭഗവാനിലുള്ള വിശ്വാസം കൊണ്ടാ ഞാൻ അവളെ ഇവിടേക്ക് കൊണ്ടുവന്നത്. ആ വിശ്വാസം അവളിൽ ഉണ്ടാക്കാൻ ബദ്രിക്ക് മാത്രമേ സാധിക്കൂ. ഏയ് സാർ, വിഷമിക്കാതിരിക്കെ. അതെനിക്ക് വളരെ നിസ്സാരമായ കാര്യമാ. 7 ദിവസത്തിനുള്ളിൽ അവളെ കൊണ്ട് ഇവിടെ ഞാൻ ശയന പ്രദർശനം ചെയ്യിക്കാം. എങ്കിൽ എനിക്കതൊന്ന് കാണണമല്ലോ. 7 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ ഇവിടുന്ന് പോവും. വാമദശ മോളെ നിൽക്ക്. മറ്റന്നാൾ പൗർണമിയാ. മോളുടെ അമ്മയും അച്ഛനും മരിച്ച ദിവസം. ഇവിടെ ബ്രഹ്മകപാലത്തിൽ ഒരു തവണ ബലിതർപ്പണം ചെയ്താൽ ഒരിക്കലും പിന്നെ ചെയ്യേണ്ട കാര്യമില്ല. അവരുടെ ആത്മാവിന് ശാന്തി കിട്ടും. മുത്തശ്ശ പ്ലീസ് മോളെ. ശരി, അമ്മയുടെ അച്ഛന്റെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കാം. പക്ഷെ ഇവന്റെ മുഖം മാത്രം കണ്ടുപോരുത്. പറ്റില്ല. ബദ്രീനാഥിൽ ബദ്രിയുടെ മുഖം കാണാതിരിക്കാൻ ആർക്കും പറ്റില്ല. ആരാണെന്ന് പറഞ്ഞാലും എന്റെ പാദത്തിൽ നോക്കിയേ സംസാരിക്കാറുള്ളൂ. എന്റെ മുമ്പിൽ CM ആയാലും PM ആയാലും തല കുനിച്ചേ നിൽക്കാറുള്ളൂ. അപ്പോ നിങ്ങൾ അത്രയ്ക്ക് വലിയ ആളാണോ? ഞാൻ എത്ര വലിയവനാണെന്ന് നീ വന്ന ആൽബം എടുത്ത് കാണിച്ചു തരാം. മനസ്സിൽ എന്നെ ചീത്ത പറയായിരിക്കും അല്ലേ? ഉച്ചത്തിൽ ചീത്ത വിളിക്കണമെന്നുണ്ട്. ക്ഷേത്രം ആയതുകൊണ്ടാ വിളിക്കാഞ്ഞത്. ഈ പണിക്ക് ഇത്ര ബിൽഡപ്പാ? എന്റെ പണി അത്രയ്ക്ക് ചീപ്പാണോളാ? നിങ്ങൾ ഇത്രയ്ക്ക് വയലന്റ് ആണെന്ന് അറിഞ്ഞില്ല. എന്താ ഇത്? ബാക്കിയൂടെ പഠിച്ചിട്ട് സംസാരിക്കും. ബാക്കി ഇനി ഇവൻ പഠിച്ചു തരും. എന്റെ അമ്മച്ചിയാണ് എനിക്ക് ഷേവ് ചെയ്യാൻ കൂടി അറിഞ്ഞൂടാ. ഇന്ന് ഇവനെ പഠിച്ചോ, നാളെ നീ പഠിച്ചോ. ദാ പിടിച്ചോ, പിടിച്ചോ, പഠിച്ചോ. എന്താണ് ഇത്? രക്തം വരുന്നുണ്ടില്ലേ? മുറിഞ്ഞ രക്തമല്ലാതെ പിന്നെ അത്ര വരുവാടാ. വേഗം ഡോക്ടറെ കൊണ്ട് കാണിക്ക്. ബാക്കി അയാളോട് പഠിക്കാൻ പറ. അയാൾ പഠിച്ചില്ലെങ്കിൽ ഞാൻ പഠിച്ചുതരാം. എണീറ്റ് പോണേ. നീ ഇരിക്കേ. ഞാൻ എന്തിനാ ഇരിക്കുന്നേ? നിന്നെ മുട്ടയടിക്കാൻ. നേർച്ചയ്ക്ക് വേണ്ടി തിരുപ്പതിയിലും മോക്ഷത്തിന് വേണ്ടി കാശിയിലും മുട്ടയടിക്കാറുണ്ട്. ഇവിടെ എന്തിനു വേണ്ടിയാ? ഞാൻ ആരുടെയും പൈസ വെറുതെ വാങ്ങാറില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ പൈസ എന്തിനു വാങ്ങിക്കുന്നേ? നീ എന്റെ തൊഴിലിനെ അപമാനിച്ചത് കൊണ്ട് തരാൻ മനസ്സിലെങ്കിലോ ഈ നാട്ടിൽ നിന്ന് പോകില്ല.
എടുക്കായിരം. വെറുതെ വേലി കിടന്നതിനെടുത്ത് ഞാൻ പിടിച്ചോ. ഇത് 800 ആയുള്ളൂ. ഞാൻ കണക്കിൽ കുറച്ച് പൊറോട്ട. അപ്പൊ 1200 തരേണ്ടത്. എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും ഇതുപോലുള്ള തട്ടിപ്പോരുണ്ടല്ലോ ദൈവമേ. എന്താടാ എന്താ ചേട്ടാ ഇത്? ഞാനൊരു തമാശ പറഞ്ഞപ്പോ കാശെടുത്ത് തരുന്നത്. അതെയോ? താങ്ക്സ് അണ്ണാ. ശരി. ഏയ്, മര്യാദക്ക് പണിയെടുത്ത് ജീവിച്ചോണം. ശരി ബദ്രി, സമയത്ത് തന്നെ വന്നോളൂ. ഗോവിന്ദ് ബാബാ, കൈസായേ? നോക്ക്, ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരും പാപങ്ങൾ ചെയ്തിട്ട് ന്യായീകരിച്ചവരും സ്നേഹിക്കുന്നവരെ വഞ്ചിക്കുന്നവരും ആ വസുധാരുടെ അടുത്തേക്ക് പോകാൻ പാടില്ല. എന്താ പോയാൽ എന്താ കുഴപ്പം? വസുധാര അവരുടെ അടുത്തേക്ക് വരില്ല, അത് മാറിപ്പോവും. വെള്ളത്തിന് എങ്ങനെ സത്യം അറിയാൻ പറ്റുന്നേ? ഇവിടെ പ്രകൃതിക്കും പാപികളെ തിരിച്ചറിയാനുള്ള പവറുണ്ട്. ഓ, അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ ഏറ്റവും വേസ്റ്റ് ഫെലോ ഞാനാണെന്ന് എന്റെ ഫീലിംഗ്. എന്റെ ഫീലിംഗ് അത് തന്നെ. അതുകൊണ്ടാ പോവണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോകും. ആ വെള്ളം എന്ത് കാണിക്കുന്നു കാണണമല്ലോ. ടീക്കേ, ജാവ്. കഷ്ടം. എന്നിട്ട് വേണം ഇവനോ 4 വർത്തമാനം. വെള്ളത്തിനത്തെ ജീവനുണ്ട്. അല്ല എന്നോടാ പോകുന്നു, പോണു. बेशरम और बदतमीज, तुम्हें इतनी से भी शर्म नहीं आई कि तुम ऐसे पवित्र स्थान पर आए हो, फिर कभी भी यहाँ आने की हिम्मत भी नहीं करना. तुम्हारी जैसे लोगों की जगह नहीं है. ഇവൻ ആരടാ ഇത്രയ്ക്ക് മഹാഭാവി? ഇവനെ ബദരിനാഥ് വേഗം പുറത്താക്ക്. മെനക്കരണ്ട, ഞാൻ താനേ പൊയ്ക്കോളാം. ഞാൻ യവന്മാരെന്ന് വാങ്ങിച്ചു പിടിക്കും. ഞാൻ ഒരുപാട് അലവലാദികളെ കണ്ടിട്ടുണ്ട്, പക്ഷെ നിന്നെ പോലെ ഒരുത്തനെ ആദ്യം കാണുക. കണ്ടില്ലേ അപ്രത്യക്ഷമായത്? നീ ഏത് നാട്ടുകാരനാടാ? എന്റെ ഡീറ്റെയിൽസ് ഒക്കെ മെയിൽ ചെയ്ത് തരാം. ആദ്യം വെള്ളം വരുത്താൻ നോക്ക്. ദൈവമേ, ഉമ്മാരെ കൊല്ലാതെ വിട്ടാ മതിയായിരുന്നു. അമ്മാവാ, ഇനി ഇവിടെ നിന്ന കുഴപ്പാ. ഇതിന്റെ മുമ്പിൽ പണിഞ്ഞാലുണ്ടല്ലോ, ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, സാറ് പോയിട്ട് വാ. എന്തിനാ മാവ ഇത്? പോയിട്ട് വാ സാർ. കാരണവശാൽ അതിന്റെ അടുത്തേക്കൊന്നും പോയേക്കരുത്. സിറ്റുവേഷൻ പിന്നെ ഇതുപോലെ ആയിരിക്കില്ല. ചൂടാവരുത്. ഞാനൊന്ന് പറയട്ടെ, ഞാൻ പോയാൽ ഇതുപോലെ മടങ്ങി വന്നേക്കാം. നീ പോവുകയാണെങ്കിൽ പിന്നെ വരില്ല. വേസ്റ്റ് ഫെലോ ആണെങ്കിലും കറക്റ്റാ പറഞ്ഞത്. ഒരു 100 ജന്മം എടുത്താലും നിന്റെ മേത്ത് ഒരു തുള്ളി പോലും വീഴില്ല. ഏയ്, അത് എന്റെ ദേഹത്ത് എന്തിനാ വീഴുന്നത്? അതിന് ഞാൻ സമ്മതിച്ചിട്ട് വേണമല്ലോ. എന്താടി ഇത്? പിക്നിക് എന്ന് പറഞ്ഞു വന്നിട്ട് ഇത് തനി തീർത്ഥാടനമായി പോയല്ലോ. നമുക്ക് ക്രിക്കറ്റ് കളിച്ചാലോ? 6 പേർക്ക് കളിക്കാൻ ഇത് ബാസ്കറ്റ്ബോൾ അല്ല. ക്രിക്കറ്റ് കളിക്കാൻ ഇനി 5 പേര് വേണം. അതിനിപ്പോ എന്ത് ചെയ്യും? വെയിറ്റ്, 5 മിനിറ്റിനുള്ളിൽ ഞാൻ സെറ്റ് ചെയ്ത് തരാം. ദാ അങ്ങോട്ട് നോക്ക്. ഹായ് ഗായ്സ്. എന്തിനാ വിളിച്ചത്? എവിടേക്കാ പോകുന്നത്? പോകുവല്ല, വരുക. വേദപാഠശാലയിൽ നിന്നും മഠത്തിലേക്ക് വരുക. ആ ബുക്ക് എന്താ? ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വിഷയങ്ങളും ഇതിലുണ്ട്. ഓ അതെയോ? ജയ് ശ്രീ മഹാവിഷ്ണു. എന്ത് ചോദ്യമായത്? ഈ ഭൂമിയിൽ എനിക്കറിയാത്ത കാര്യങ്ങൾ ഒന്നുമില്ല. ആഹാ, അപ്പൊ നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാമോ? അറിയാം. ഓഹോ, എന്നാ ഞാൻ 3 ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാം. ഉത്തരം പറയാമോ? പറയാം, ചോദിക്ക്. രജനീകാന്ത് ആരാണ്? രജനീകാന്തോ? ആ, ഏയ് നോക്കടാ. രജനീകാന്ത്. ഈ രജനീകാന്ത് ആരാ? നമ്മുടെ ഗുരു പറഞ്ഞില്ലല്ലോ. ഏയ്, നിങ്ങൾക്കറിയാവോ? അറിയില്ലേ? സൂര്യകാന്തവുമുണ്ട്, ചന്ദ്രകാന്തവുമുണ്ട്. പക്ഷെ നിങ്ങൾ ചോദിക്കുന്ന രജനീകാന്ത് ഇതിലില്ലല്ലോ. ഇല്ലല്ലോ, അതിലില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ശരി ശരി. അല്ല, ആരാത്? രജനീകാന്ത് എന്ന് വെച്ചാ തമിഴ് സൂപ്പർ സ്റ്റാർ. ഓ അതെയോ? അതെനിക്കറിയായിരുന്നു. ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിനക്ക് ചിരഞ്ജീവിയെ അറിയാമോ? ചിരഞ്ജീവി? എന്ത് ചോദ്യാ കുട്ടി ഈ ചോദിക്കുന്നത്? ഈ പ്രപഞ്ചത്തിൽ ചിരഞ്ജീവി അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? മെഗാസ്റ്റാർ എപ്പോഴെങ്കിലും ബദ്രിനാഥി വന്നിട്ടുണ്ടാവോ? എനിക്കറിയില്ല.
ആ ചിരഞ്ജീവി സാറിനെ കുറിച്ച് ഈ വേദത്തിലുണ്ടോ? ഉണ്ട്. ഓ, ആഞ്ജനേയ സ്വാമി ഈ വേദത്തിൽ മാത്രമല്ല ഈ ലോകം മുഴുവനുമുണ്ട്. ഓഹോ, നീ പറയുന്നത് ആ ചിരഞ്ജീവിയെ കുറിച്ചാണോ? ആ. ഞാൻ ചോദിച്ചത് ആ ചിരഞ്ജീവിയെ കുറിച്ചല്ല, പിന്നെ മെഗാ സ്റ്റാർ ചിരഞ്ജീവിയെ കുറിച്ച്. ആഞ്ജനേയോ, നിങ്ങൾ സ്റ്റാർ കീറുന്നെന്ന് ചോദിച്ചാ എനിക്കതൊന്നും അറിയില്ല. വേറെ എന്തെങ്കിലും ചോദിക്കേ. ശരി, ആ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആ, നിനക്ക് MS ധോണി അറിയാമോ? MS ധോണി. എനിക്ക് തോണി അറിയാം, ധോണി എന്താണെന്നറിയില്ല. അതൊക്കെ അറിയണ്ടേ? അദ്ദേഹം ക്രിക്കറ്റ് പ്ലെയർ ആണ്. 2020ലും ഇപ്പോഴും നമുക്ക് വേൾഡ് കപ്പ് കൊണ്ടുതന്നയാൾ. ഈ 2020 എന്ത്, ക്രിക്കറ്റ് മാച്ച് എന്ത്? ആ ശ്രീ മഹാവിഷ്ണുവിന് ഇഷ്ടമുള്ള ക്രിക്കറ്റ് കളി അറിയില്ലെന്നോ? ആ, ശ്രീ മഹാവിഷ്ണുവിന് ഇഷ്ടമുള്ള കളിയോ? അതെ ഗുരു, ആ 3 കുറികളാണ് ഈ 3 വിക്കറ്റ്സ്. എങ്ങനെ ഈ കളി കളിക്കുന്നത്? സിമ്പിൾ. ആ സെന്ററിലുള്ള കുറിയിലെറിഞ്ഞാൽ ഡയറക്റ്റ് ആയി സ്വർഗത്തിൽ പോവാം. അപ്പൊ സൈഡിലുള്ള കുറിയിൽ എറിയുന്നതെങ്കിൽ ത്രിശങ്ക സ്വർഗം കിട്ടും. ജയ് ശ്രീമൻ നാരായണ. സാക്ഷാൽ ശ്രീ മഹാവിഷ്ണുവിന് ഇഷ്ടമുള്ള കളിയാ. കല്ലുകൊണ്ടല്ല എറിയേണ്ടത്. പിന്നെ എന്തുകൊണ്ടാ എറിയേണ്ടത്? ഇതുകൊണ്ട്. എന്താ ഇത്? ലഡു. ലഡു? സ്വാമി, ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? വർഷങ്ങളോളം വെയിലത്തുണക്കിയ ഇങ്ങനെ ഇരിക്കും. എന്നാ അറിഞ്ഞോ? ഡയറക്റ്റ് ആയിട്ട് സ്വർഗത്തിൽ പോകാമല്ലോ. ജയ് ശ്രീമൻ നാരായണ. ദൈവമേ, ആന വരണ്ടോ, വേഗം ഓടിക്കാണോ. എന്താ ഉണ്ടായത്? നിനക്ക് ആചാരങ്ങളുടെ സംസ്കാരത്തിന്റെ ഒന്നും അർത്ഥം അറിയില്ല. ഛീ, നിങ്ങളുടെ അച്ഛന്റെ പേര് പറഞ്ഞോളൂ. മരിച്ചുപോയത് എന്റെ അച്ഛനല്ല, മകനും മരുമകളുമാ. പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയാണ് പ്രധാനമായും ഇവിടെ പിണ്ടദാന കർമ്മം നടത്താറുള്ളത്. പക്ഷെ പിതാവ് ഒരിക്കലും പുത്രനു വേണ്ടി കർമ്മം ചെയ്യാൻ പാടില്ലെന്നാണ് ശാസ്ത്രം. അങ്ങനെയാണെങ്കിൽ ഞാനത് ചെയ്തോളാം. പെൺകുട്ടികളും ഈ കർമ്മം ചെയ്യാൻ പാടില്ലെന്നാണ്. പകരം നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവിന് വേണമെങ്കിൽ ഈ കർമ്മം ചെയ്യാവുന്നതാണ്. കല്യാണം കഴിഞ്ഞില്ല, അങ്ങനെയെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും ചെയ്താലും മതി. അങ്ങേക്കും ചെയ്യാം. അയ്യോ വേണ്ട, എന്നോട് പറഞ്ഞിരിക്കുന്ന എന്റെ കൈ കൊണ്ട് ആർക്ക് ആഹാരം പോലും കൊടുക്കരുതെന്ന. പിന്നെ എങ്ങനാ പിണ്ടം വെക്കുന്നത്? ഒരു കാര്യം ചെയ്യ്, ഇവിടെ അനാഥർക്ക് പിണ്ടം വെക്കുന്നവരുണ്ടാകുമല്ലോ, അവരെ കൊണ്ട് ചെയ്യിക്ക്. 100-200 കൊടുക്കാം. പണം വാങ്ങി പിണ്ടം വെക്കാൻ ആരാ വരിക? എന്തിനാ മുത്തശ്ശ ഇത്തരം സെന്റിമെന്റ്സ് കൊണ്ട് അമ്മയും അച്ഛനെ അനാഥരാക്കുന്നത്? അപ്പൊ എനിക്ക് എഴുന്നേക്കാലോ? ഇരിക്കൂ രാവുജി, ഞാൻ പിണ്ടം വെക്കാം. എന്താ ബദ്രി നീ പറയുന്നത്? ദിവസവും ബദ്രീനാഥിന് പൂജ ചെയ്യുന്ന കൈകൊണ്ട് ഏതോ അനാഥർക്ക് പിണ്ടം വെക്കാവുന്നു. തെറ്റെന്താണ് രാവുജി? ആചാരങ്ങളെല്ലാം നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്, തിന്മയ്ക്ക് വേണ്ടിയുള്ളതല്ല. ഏത് മതത്തിലും ശവത്തെ ദൈവമായാണ് കാണുന്നത്. എന്നാൽ നമ്മുടെ മതത്തിൽ മാത്രം ശവത്തെ അപശകുനമായാണ് കാണുന്നത്. ശവം ശിവന് സമാനം. അളകനന്ദയുടെ അച്ഛനും അമ്മയും ക്ഷേത്രത്തിൽ വെച്ചാണ് മരിച്ചത്. അതുകൊണ്ട് അവർക്ക് പിണ്ടം വെച്ചാൽ ഭഗവാനെ നൈവേദ്യം വെക്കുന്ന പോലെയാ. പൂജകൾ തുടങ്ങട്ടെ. സംഗമം ജഗതി ബാന്ധവ്യഭാവനം ശ്രാവ്യഭരതവേദം ഭരതവേദം ഭരതവേദം. ആരെയാ മോളെ നീ വണങ്ങുന്നത്? ബദ്രിയോ ബദ്രിനാഥിനെയോ? ബദ്രിയെ.
ഭീകരാക്രമണത്താൽ അമർനാഥ് ക്ഷേത്രപാലകൻ കൊല്ലപ്പെട്ടു. തങ്ങളുടെ ആൾക്കാരെ ജയിൽ വിമോചിതരാക്കിയില്ലെങ്കിൽ ഭക്തരെ ഒന്നടങ്കം കൊന്നൊടുക്കുമെന്ന് അവർ ഭീഷണി മുഴക്കി. നിങ്ങൾക്ക് 5 നിമിഷം സമയം തരുന്നു. 6ാമത്തെ നിമിഷം ഒരാളും ഇവിടെ ഉണ്ടാകരുത്. Who are you to give me time? 1 Conditions petals in the mem. नींव कादू. 2 हम भागने वाले नहीं, भगाने वाले हैं. 3 एक एक को मार डालूंगा. भक्तुलंदरिनी चंपुता. 4 5 Okay, 5. अब क्या? बद्री! ബദ്രി, നിനക്കും 5 നിമിഷം സമയം തരുന്നു. 6ാം നിമിഷം ഒരാളും ജീവനോടുണ്ടാവരുത്. देनी चाहिए. बिना हथियार के आप कैसे आ गए? How great! ഒരു ആയുധം പോലും ഇല്ലാതെ ഇത്ര ധൈര്യത്തിൽ എങ്ങനെ വന്നു സർ? അവനാണ് എന്റെ ആയുധം, വജ്രായുധം. ക്ഷേത്രപാലക സമര കൗതുക ഖഡ്ഗചാലക രക്ഷകം. ക്ഷാത്രനായക സ്ഫൂർത്തിദായക കാര്യസാധക ദക്ഷകം. ദുർപ്രഹർഷണകാരകം മമ സന്നിഭമാലകം. വാത്സല്യഭാവ പ്രേരകം. ഏയ് വസുധാര, എത്ര ജന്മം കഴിഞ്ഞാലും ഒറ്റ തുള്ളി പോലെ എന്റെ മേല് വീഴില്ലെന്ന ആ ബദ്രി പറഞ്ഞത്. ഇപ്പോ ഞാൻ അവനെ സ്നേഹിക്കുന്നു, മനസ്സ് നിറഞ്ഞ സ്നേഹിക്കുന്നത്. എന്റെ സ്നേഹം സത്യമാണെങ്കിൽ എന്റെ ദേഹത്ത് വീഴില്ലേ? ആര് വീഴണമെന്നാ? ഈ വസുധാര വീണാലും ആ ബദ്രി വീഴില്ല. എന്താ, എനിക്കെന്താ ഒരു കുറവ്? ആ ബദ്രിനാഥിനോടുള്ള ഭക്തിയാ കുറവ്. എപ്പോഴാണോ ഞാൻ അവനെ സ്നേഹിച്ചു തുടങ്ങിയത്, ഇനി അവന്റെ ഇഷ്ടം തന്നെയാ എന്റെ ഇഷ്ടം. ഇപ്പൊ ബദ്രിയെ ഇഷ്ടമായത് കൊണ്ട്
ആ ബദ്രിനാഥിനെ ഇഷ്ടമാ. 7 ദിവസത്തിനുള്ളിൽ എന്നെ ഇവിടെ വണങ്ങിക്കൂ എന്നാ മുത്തച്ഛനോട് പറഞ്ഞത്. 7 മിനിറ്റിനുള്ളിൽ ക്ഷേത്രത്തിലെത്തി അവന്റെ ഇഷ്ടം പോലെ ഞാൻ വണങ്ങിയിരിക്കുമെന്ന് ചെന്ന് പറഞ്ഞേക്ക്. ഞാൻ ഇപ്പൊ തന്നെ പോവുക. നിറമോലും നിന്നെയിൻ അഴകെല്ലാം അറിയുന്നല്ലോ ഈ ഞാൻ. മഴമൊത്തും നേരം പെണ്ണിനു നാണം, എന്റെ മണിമാറിൽ നെയ്യുന്നേ നീ പാണം. നിറനാഴി പുളകം നിറയും നദിയാണേ നീ, നിറയില്ലാതാനന്ദത്തിൽ നീന്തുന്നേ ഞാൻ. എന്താ പെണ്ണെ നോക്കി നടക്കാൻ വയ്യ നിനക്ക്? എങ്ങോട്ടാ ഈ പാഞ്ഞു പോന്നേ? എന്താ നിങ്ങൾക്ക് നോക്കി നടക്കാൻ വയ്യേ? ദേ കേട്ടില്ലേ ഈ പെണ്ണ് എത്ര അഹങ്കാരത്തോടെ സംസാരിക്കുന്നേ? അല്ലെങ്കിൽ ഈ പണക്കാരല്ല ഇങ്ങനെ തന്നെയാ.
അവരുടെ കണ്ണ് നിലത്തങ്ങും ആയിരിക്കില്ല, ആകാശത്ത് നോക്കി ആ നടപ്പ്. എന്താ പെണ്ണെ, നിന്റെ അച്ഛനോട് പറഞ്ഞ് തൊലിയും കൂടി സ്വർണത്തിൽ പൊതിഞ്ഞോണ്ട് നടക്കാമായിരുന്നില്ലേ? ആവശ്യമുള്ളപ്പോ ചെയ്തോളാം. എന്താ ഇനി നിങ്ങൾ സംസാരിച്ചോ? എന്താ പ്രശ്നം? നോക്ക്, ഈ പെണ്ണ് എത്ര അഹങ്കാരത്തോടെ സംസാരിക്കുന്ന. അഹങ്കാരം എന്നൊക്കെ പറഞ്ഞു. നിക്കുകുട്ടി, ഇതാരാണെന്ന് അറിയാവോ? ബദ്രിയുടെ അമ്മ അച്ഛനുമാ. ഇനി ആയിക്കോ. പെട്ടെന്ന് എന്താണ് ഇവള് ഇങ്ങനെ ആയിപ്പോയത്? ഇതാരാണെന്ന് അറിയാമോ? ബദ്രിയെ സ്നേഹിക്കുന്ന പെണ്ണാ, നിങ്ങളുടെ മരുമകളാകേണ്ടത്. ഇനി എന്താന്ന് വെച്ചാ ആയിക്കോ. നമസ്കാരം അമ്മായി. അയ്യോ, കണ്ടില്ലേ എന്തൊരു മര്യാദ ഈ മോക്ക്. നമസ്കാരം പറഞ്ഞത് കേട്ടില്ലേ? അല്ലെങ്കിൽ തന്നെ പണമുള്ള വീട്ടിലെ പെൺകുട്ടികളെല്ലാം അങ്ങനെയല്ലേ? എടാ ചെറുക്ക, ആസ്തിയൊക്കെ എങ്ങനെ ഉണ്ട്? ഒരു 100 കോടി വരും. നീ എന്താടി ഇങ്ങനെ കേട്ടുന്നത്? ഇങ്ങ് വന്നേ. 100 കോടി എന്ന് വെച്ചാ എത്രയാ? ഹിമാലയം മുതൽ ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള എന്തും വാങ്ങിക്കാനുള്ള. അയ്യോ, വെയിലത്താണല്ലോ നിക്കുന്നത്. ഇതിലും കുറച്ചുകൂടെ വലുത് വാങ്ങിച്ചൂടെ? വാ മോളെ, നമ്മളെ പോലെ പണമുള്ളവരാരും ഇങ്ങനെ വെയിലത്ത് നിക്കരുത്. നമ്മളെ പോലെയോ? ഞങ്ങളിപ്പോ പണക്കാരല്ലേടാ. അതിന് നമ്മളെപ്പോഴാ പണക്കാരായത്? ഇവളെന്റെ മരുമോളാവാൻ പോവല്ലേ? ഒരു കാര്യം അറിയൂ, വല്യസ്വാമി ഇത്ര അർജന്റായി നമ്മളെ എന്തിനാ വിളിപ്പിച്ചെന്ന് ഇപ്പൊ മനസ്സിലായോ? എന്തിനാ? ഇവരുടെ കല്യാണത്തിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയാ. നടക്ക്. പൊന്നെ, വെയില് കൊള്ളല്ലേ? എങ്ങോട്ടാ? ബദ്രി. ഇങ്ങോട്ട് പോയാൽ ലവ് മാരേജ് ആകൂന്ന് പറയാൻ പറ്റില്ല. അങ്ങോട്ട് പോയാൽ അറേഞ്ച്ഡ് മാരേജ്. ഇപ്പൊ തന്നെ കാര്യം അറിയാം. ആണല്ലേ? അതെ. അയ്യോ, എന്റെ മരുമോളെ നോക്ക്, മിനുങ്ങുന്നത് കണ്ടില്ലേ? അതെ അതെ. ഞാൻ ഇവിടെ നിന്ന് കേട്ടോളാം, നിങ്ങൾ പോയിട്ട് വാ. വേഗം ചെല്ല്. നമസ്കാരം ഗുരുജി. ഗോവിന്ദവാ, ഞങ്ങളോട് അർജന്റായിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? നിങ്ങളുടെ മകന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമെടുത്തു. അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. എന്താണാവോ അത്? അമർനാഥ് ക്ഷേത്രത്തെയും ഭക്തരെയും രക്ഷിച്ച് ബദ്രി എന്റെ പേര് നിലനിർത്തി. എത്രയൊക്കെ ആയാലും അങ്ങയുടെ ശിഷ്യനല്ലേ? എന്റെ ശിഷ്യഗണങ്ങളിൽ ഏറ്റവും പ്രാവീണ്യം നേടിയത് അവനൊരാൾ മാത്രമാണ്. അതുകൊണ്ട് എനിക്ക് ശേഷം തക്ഷശിലയുടെ ആചാര്യസ്ഥാനത്ത് അവനെ അവരോധിക്കാനാ തീരുമാനം. അങ്ങയുടെ ഇഷ്ടം പോലെ അവൻ അവിടുത്തെ അല്ലേ? അതിനൊരു നിഷ്ഠയുണ്ട്. ആ സ്ഥാനത്തേക്ക് വരുന്നത് ആരായാലും അവൻ നിത്യബ്രഹ്മചാരി ആയിരിക്കണമെന്ന്. അങ്ങനെയെങ്കിൽ എന്റെ മോൻ ഒരിക്കലും കല്യാണം കഴിക്കാനൊക്കില്ലേ? പാടില്ല. തലമുറകളായി തക്ഷശില സമ്പ്രദായം നിലനിർത്താനായി ഞാനും എന്റെ ഗുരുവും അദ്ദേഹത്തിന്റെ ഗുരുവുമെല്ലാം ബ്രഹ്മചര്യം ആചരിക്കുന്നു. അതിന് അച്ഛന്റെയും അമ്മയുടെയും കൂടി അനുവാദം വേണം. ആലോചിച്ചു പറയൂ. ഒന്നും ആലോചിക്കണ്ട, പറ്റില്ലെന്ന് പറഞ്ഞേക്ക്. നമ്മുടെ മോനെ അങ്ങനെയൊന്നും ആക്കണ്ട. കണ്ടില്ലേ ആ കുട്ടി എന്തുമാത്രം വിഷമിക്കുന്നെന്ന്. ഇപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് ആ കുട്ടിയെ കുറിച്ചല്ല, നമ്മുടെ മോനെ കുറിച്ചാ. ഒരുമിച്ച് ജീവിക്കുന്നതും പിള്ളേരുണ്ടാകുന്നതുമൊക്കെ മനുഷ്യർക്കും നല്ല മൃഗങ്ങൾക്കും അങ്ങനെയാ. എന്നാൽ തക്ഷശിലയിൽ ഈ സ്ഥാനത്തിരിക്കാൻ കോടി ജനങ്ങളിൽ ഒരാൾക്കാണ് അവസരം. ആഹ്ലാദിക്കുക വേണ്ടത്, വിഷമിക്കരുത്. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ മാത്രം മതി. ഞാൻ നിർബന്ധിക്കില്ല. ഞങ്ങൾക്ക് സമ്മതം. സ്വാമി, ഒരു വാക്ക് എന്റെ മോനോട് ചോദിച്ചിട്ട്. അവൻ എന്റെ ശിഷ്യനാ. എന്റെ വാക്ക് നിരസിക്കില്ല. ഞാൻ കേട്ടത് സത്യമാണോ? ക്ഷേത്രത്തിൽ വണങ്ങാൻ പോവാണെന്ന്. എങ്ങനെയാ വണങ്ങുന്നത്? കൈകൊണ്ട് വണങ്ങുവോ, സാഷ്ടാംഗം വണങ്ങുവോ, അതോ ശയന പ്രദക്ഷിണം വെക്കുവോ? എന്നാരാ പറഞ്ഞത്? ഞാൻ വണങ്ങില്ല. എന്താ
ഇപ്പൊ തന്നെ ചെയ്യൂന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ തോന്നി, ഇപ്പൊ തീരുമാനം മാറ്റി. എന്താ പെട്ടെന്ന് മാറ്റിയത്? ഞാനൊരാളെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അയാൾ എനിക്ക് ഒരിക്കലും കിട്ടില്ല. അവൻ ആരാണെന്ന് പറ, പിടിച്ചോണ്ട് ഒന്ന് കല്യാണം കഴിപ്പിക്കാം. ഞാൻ സ്നേഹിക്കുന്നത് അവൻ എന്റെ ശിഷ്യനാണ്, എന്റെ വാക്ക് നിരസിക്കില്ല. ഒന്നും വേണ്ട, നിനക്ക് മാത്രമല്ല നിന്റെ ബദ്രിനാഥന് പോലും കഴിയില്ല. ഏയ്, എന്തറിയാ നിനക്ക് ഈ ബദ്രീനാഥ് ക്ഷേത്രത്തെ കുറിച്ച്? മറ്റന്നാൾ അഖണ്ഡ ജ്യോതി തെളിയിച്ച് 6 മാസം വരെ ഈ ക്ഷേത്രം അടച്ചിടുന്ന അതിപുണ്യമായ ദിവസമാണ്. ആ 6 മാസം ഈ മഹാക്ഷേത്രം മഞ്ഞിൽ മൂടിക്കിടക്കും. തിരിച്ച് 6 മാസം കഴിഞ്ഞ് ഈ ക്ഷേത്രവാതിലുകൾ തുറക്കുമ്പോ ആ അഖണ്ഡ ജ്യോതി അതുപോലെ തന്നെ തെളിഞ്ഞു നിൽക്കുന്നുണ്ടാവും. അതെയോ? അതെ, ദൈവം ഉണ്ടെന്ന് പറയാൻ ഇതിലും വലിയൊരു അത്ഭുതം വേറെയില്ല. ഇത്രയും പ്രസിദ്ധമായൊരു ക്ഷേത്രം ഈ ലോകത്തിൽ വേറെയില്ല. മറ്റന്നാൾ അഖണ്ഡ ജ്യോതി കണ്ട് നിന്റെ മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചോളൂ. 6 മാസം കഴിഞ്ഞ് വീണ്ടും നീ ആ ജ്യോതി ദർശിക്കുമ്പോ നീ പ്രാർത്ഥിച്ചത് എന്തായാലും തീർച്ചയായും നടന്നിരിക്കും. സത്യമാണോ? അതെ, പക്ഷെ ഒരു കണ്ടീഷൻ. എന്റെ ബദ്രീനാഥന് ഇഷ്ടമുള്ള ബ്രഹ്മകമലം വെച്ചിട്ട് വേണം നീ ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കാൻ. എവിടെ കിട്ടുവാ പൂവ്? आओ मेरे साथ, चलो. സർക്കാർ. എന്താ മിനിസ്റ്റർ ഒരു വിഷമം പോലെ? എന്റെ ഇളയ മകളെ ആ പ്രതിപക്ഷ നേതാവിന്റെ മകൻ തട്ടിക്കൊണ്ടുപോയി സർക്കാർ. അവൻ ജീവനോടെ ഉണ്ടാകാൻ പാടില്ല. ഇതിൽ 50 ലക്ഷം രൂപയുണ്ട്. ഞാനേ സോറി മിനിസ്റ്റർ, ലാൻഡ് സെറ്റിൽമെന്റ് ചെയ്യാൻ പറഞ്ഞു, ചെയ്തു. ആ കോൺട്രാക്ടറെ കൊല്ലാൻ പറഞ്ഞു, കൊന്നു. നിങ്ങൾക്ക് റവന്യൂ വേണമെന്ന് പറഞ്ഞു, മാറ്റി തന്നു. എന്നാൽ നിങ്ങൾ എത്ര കോടികൾ തന്നാലും പ്രേമ വിഷയത്തിൽ മാത്രം ഞാൻ ഒരിക്കലും ഇടപെടില്ല. നമസ്കാരം സാർ. നിന്റെ ഭർത്താവ് മരിച്ചപ്പോ വരാൻ പറ്റിയില്ല, സോറി. നിന്റെ പേര് മഹാലക്ഷ്മി. ചിതാഭസ്മം ഭാരതപ്പുഴയിൽ ഒഴുക്കണമെന്നാണോ അതോ ഗംഗയിൽ ഒഴുക്കണമെന്നാണോ ആഗ്രഹം? ഇയാള് ചത്തതുകൊണ്ടല്ലേ സാർ സാറിന്റെ ഭാര്യയ്ക്ക് അപമാനം ഉണ്ടായത്? എന്താ ഉണ്ടായത്? എത്രയോ പേരുടെ ജീവൻ എടുത്ത ഒരു റൗഡിയുടെ ഭാര്യയാണെന്ന് പറയുവാൻ നാണാവുന്നില്ലേ? ഞാൻ ജീവനോടെ ഉള്ളിടത്തോളം ഈ നാവ് കൊണ്ട് നിങ്ങളെ അപ്പച്ചിയെന്ന് വിളിക്കില്ല. കൊന്നുകളഞ്ഞേക്കിട്ടെ ഞാൻ അവളെ. അവളെ കൊല്ലണമെങ്കിൽ അത് നീ വരുന്നതിന് മുമ്പേ ആകാമായിരുന്നു സർക്കാർ. അപ്പൊ ഞാൻ തടഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മുടെ മോൻ അത് ചെയ്യുമായിരുന്നു. ഏത് നാവുകൊണ്ടാണോ അവൾ എന്നെ അപ്പച്ചിന്ന് വിളിക്കില്ല എന്ന് പറഞ്ഞത്, അതേ നാവുകൊണ്ട് എന്നെ ജീവിതകാലം മുഴുവൻ അപ്പച്ചിന്ന് വിളിച്ചിരിക്കണം അവൾ. അതിന് എന്റെ മകൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കണം. ഇതാണ് എന്റെ ആദ്യത്തെ ആഗ്രഹവും അവസാനത്തെയും. എവിടെ ഉണ്ടടാ അവൾ? ഹലോ, നമസ്തേ സാർ. അളകനന്ദ എവിടെയാടാ? ഈ ബദ്രീനാഥിൽ ബദ്രി എന്നൊരു പയ്യനുണ്ട്, അവന്റെ കൂടെ അളകനന്ദ. അമൃതം പൊഴിയണ രാത്രി, അവരുടെ തരളിത രാത്രി എന്നുവെച്ചാ അവര് തമ്മിൽ പ്രേമത്തിലാണ് സാർ. ആരാടാ അവൻ? ഈ നവംബർ 15 ടെലികാസ്റ്റ് ചെയ്ത ചാനൽസും പത്ര റിപ്പോർട്ട്സും നോക്കിയാൽ മതി അവൻ ആരെന്ന് മനസ്സിലാകും. 24 മണിക്കൂറിനുള്ളിൽ അവനെ എനിക്ക് കിട്ടിയിരിക്കണം. ഞാനേ ഈ ലോകത്ത് ഏറ്റവും ശക്തമായിട്ടുള്ള എന്താണെന്നറിയോ? റൗഡിസം, അധികാരം, പണം? നെവർ. പ്രണയം. നമ്മൾ ഇത്ര കാലവും ചെയ്ത കൊലപാതകങ്ങളെല്ലാം കാശിനു വേണ്ടിയും അധികാരത്തിനു വേണ്ടിയും ഒക്കെ ആയിരുന്നു. എന്നാൽ ഫസ്റ്റ് ടൈം പ്രേമത്തിന് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. പ്രേമം എന്നാൽ എത്ര പവർഫുൾ ആണെന്നറിയോ നിനക്ക്? രാഷ്ട്രങ്ങളും രാജ്യങ്ങളും വരെ നശിച്ചു പോയിട്ടുണ്ട്. ആ ബദ്രിയുടെ കാര്യത്തിൽ ചത്തോ ഇല്ലയോ എന്നറിയാൻ 3 തവണ കൺഫേം ചെയ്തുകൊള്ളണം.
ശരീരം നോക്കിയിട്ട് മാത്രമാകരുത്, ശ്വാസം നോക്കിയിട്ട് വേണം. അവൻ മരിച്ചെങ്കിൽ മാത്രമേ അളകനന്ദയെ ഇവിടേക്ക് കൊണ്ടുവരാവുള്ളൂ. പൊയ്ക്കോ. ശരി ഡാഡി. ബദ്രി, ഇവിടെ അനിമൽസ് ഒക്കെ ഉണ്ടാവോ? ആനകളുണ്ടാവും. അതിന് എനിക്ക് പേടിയില്ല. വന്നാലത് നീ പറഞ്ഞ പോവല്ലോ. ഞാൻ പറഞ്ഞ പോവാൻ അത് അമ്പലാനകളൊന്നും അല്ല, കാട്ടാനകളാ. കാടായത്. വേണ്ടത് ചോദ്യമൊന്നും വേണ്ട, നടക്ക്. സൂക്ഷിച്ച്, സ്ലിപ്പായ മുഖത്തിന്റെ ഷേപ്പ് മാറിപ്പോവും. ഏ ബദ്രി, ഈ പൂക്കൾ എവിടെയുള്ളത്? എന്തൊരു സ്ട്രെയിൻ അത്. സ്ട്രെയിൻ ഇതൊന്നും അല്ല, ഇനിയും കുറെ പോണം. വാ, നടക്ക്. സ്ലിപ്പാവല്ലേ? എന്തേ, തളർന്നു പോയോ? സ്റ്റാമിന ഉണ്ടാവണം മാഡം, സ്റ്റാമിന. എങ്ങനാ സ്റ്റാമിന ഉണ്ടാവുന്നേ? കുഞ്ഞിലെ മുതൽ ഞാൻ വണ്ടിയിലല്ലാതെ പോയിട്ടില്ല, ഷൂ ഇല്ലാതെ നടന്നിട്ടില്ല, സ്പൂണില്ലാതെ കഴിച്ചിട്ടില്ല. നിന്നെ പോലെ കാട്ടിലല്ല ജീവിക്കുന്നത്. എനിക്കിനി നടക്കാൻ വയ്യ. അങ്ങനെയാണെങ്കിൽ ലവ് ഫെയിലിയർ. അവനെ കിട്ടുമെന്ന് തോന്നില്ല. മിസ്റ്റർ ബദ്രി. യെസ് മിസ് അളകനന്ദ. എന്നാ അപ്പോഴേക്കും തളർന്നു പോയോ? സ്റ്റാമിന വേണം മോനെ, സ്റ്റാമിന. അങ്ങോട്ടല്ല പോകേണ്ടത്, ഇങ്ങോട്ടാ. ആ, ഇവളുടെ ലവർ ആരാണെങ്കിലും അവന്റെ കാര്യം പോക്ക. സൂക്ഷിച്ച്, പായലുണ്ട്. ഓയ് നാജി. ആ ബദ്രി, അവിടെ ബ്രഹ്മകമലം ഉണ്ടോ? ഇവിടെ ഇല്ലടാ. ആ നീലകണ്ഠ പർവ്വതത്തിൽ ആവശ്യം പോലെ ഉണ്ട്. വാ, നടക്ക്. ആ ബദ്രി, എനിക്കൊരു ഐഡിയ. അയാളുടെ കയ്യിലുള്ള പൂ എനിക്ക് തരാൻ പറ. ഞാനത് കൊണ്ടുവച്ച് പ്രാർത്ഥിക്കാം. എങ്ങനെയുണ്ട്? നിനക്ക് വശക്കുമ്പോ നീ കഴിക്കോ അതോ മറ്റുള്ളവർ കഴിച്ചാൽ മതിയോ? പ്രേമിക്കുന്നത് നീ, കല്യാണം കഴിക്കാൻ പോകുന്നത് നീ. പൂവ് നീ തന്നെ പറിച്ച് നീ തന്നെ വെക്കണം. വാ, നടക്ക്. ദാ നോക്ക്, അതാണ് ബ്രഹ്മകമലം. സൂക്ഷിച്ച്, അത് ഐസ് ബ്രിഡ്ജാ. സിറ്റിയിലുള്ള സിമന്റ് ബ്രിഡ്ജിനേക്കാളൊക്കെ ഇത് ശരിക്കും സ്ട്രോങ് ആ. നിനക്ക് കുറച്ച് വട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ പ്ലീസ്? ഏയ്, എന്താ പേടിച്ചു പോയോ? പേടിക്കണ്ട, പിന്നെ ട്രൈ ചെയ്യും. ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, ശരി. ഒന്നും പറ്റിയില്ലല്ലോ, സാരമില്ല, പേടിക്കണ്ട. എനിക്ക് പേടിയാവുന്നു. ഏയ്, പേടിക്കണ്ടെന്ന് പറഞ്ഞില്ലേ, പിന്നെന്തിനാ പേടിക്കുന്നത്? ഇത്തവണ നീ പറിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ, നീ വീണില്ലെങ്കിലും ഞാനെടുത്ത് എറിയും. ചെല്ല്, ട്രൈ ചെയ്യ്. നിനക്കെല്ലാം തടസ്സങ്ങളാ. നിന്റെ ഈ ലവ് സക്സസ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയൊന്നുമില്ല. എന്റെ പ്രേമം സക്സസ് ആവാനുള്ളത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. In the night so young and when the stars are high, you like a bright sunshine. You are my ikatara, 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 oh girl, yeah. In your hazel eyes I see my world that close. You like my darling, dear, come here, oh Johnny, 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 oh oh. I like the way you looking at me, ooh baby. Hey Mr. Playboy, showtime, now go your way. Be with me here and tell me what you have to say.
pumping up the floor all day. Come on, bounce it, bounce it, bounce it. Bounce it away. Let it break it, groove it, move it. Sing and sway. Come on, bounce it, bounce it, bounce it. Bounce it away. Let it break it, groove it, move it. Sing and sway. Come a little closer, hey sir, dancer, now answer, let's go, G-O, go, go. Wanna see the freak show, too slow, tango, go, 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 all say rock and roll. Pretty girl, I'm losing out my mind. Someone rescue me. Baby doll, I want it one more last time. I like the way you looking at me, ooh, baby. Hey, Mr. Playboy, showtime, now go your way. Be with me here and tell me what you have to say. The music is pumping up the floor all day. Come on, bounce it, bounce it, bounce it. Bounce it away. Let it break it, groove it, move it. Sing and sway. Come on, bounce it, bounce it, bounce it. Bounce it away. Let it break it, groove it, move it. Sing and sway. Come on, bounce it, bounce it, bounce it. Bounce it away. Let it break it, groove it, move it. Sing and sway. Narayanaya Om, Narayanaya Om, Narayanaya Om, Narayanaya Om, Narayanaya Om, Narayanaya Om, Narayanaya Om. ബദ്രിയുടെ അറിയില്ല ഗുരുജി, രാത്രി മുതലേ കാണാനില്ല. ഒന്ന് അന്വേഷിച്ചേക്ക്. എന്റെ മുത്തച്ഛൻ ബദ്രിയോട് പറഞ്ഞത് ഇവനെ കുറിച്ചാണ്. എന്താടാ ക്ഷേത്രകാവലിൽ നിൽക്കുന്ന ആ ഗൂർഖ നീയാണോ? വെറും ഗൂർഖയാണെന്ന് കരുതി മുന്നോട്ട് വന്ന നിന്റെ തല ഞാൻ അർത്തെടുക്കും. അളകനന്ദ, നീ പോയി നിന്നെ സ്നേഹിക്കുന്നവനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച് ജ്യോതി ദർശനം ചെയ്തോ? ആരാ തടയാൻ വരുന്നെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. പോയിക്കോ.
നീ പൊക്കോ. ഞാൻ പോവില്ല. എന്താ 6 മാസം കഴിഞ്ഞ് ഇവിടെ വരാനും ഇവരെന്നെ സമ്മതിക്കില്ല. നീ എന്നെ കൊണ്ടുവന്ന് ദർശനം ചെയ്യിക്കുന്ന ഉറപ്പ് പറഞ്ഞ ഞാൻ പോവും. ഇവൻ മാത്രമല്ല, ഇവന്റെ അച്ഛൻ, ഇവന്റെ അമ്മ, ഇവന്റെ അമ്മായച്ചൻ, അങ്ങനെ ആരൊക്കെ എവിടെ നിന്നൊക്കെ വന്ന് തടയാൻ നോക്കിയാലും അവന്റെയൊക്കെ നെഞ്ച് തകർത്തിട്ടാണെങ്കിലും ജ്യോതി ദർശനം നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിച്ചിരിക്കും. ഉറപ്പിച്ചോ? വേഗം വെക്കോ. अपना अपना नाम फूलों पर लिख दीजिए। जो ज्योति दर्शन ब्रह्मा कमल के साथ आज हुई है, वो 6 महीने के बाद ज्योति दर्शन करने से अपने अपने मनोकामनाएं पूर्ण सिद्ध होती है। पुष्पम वेद पुष्पवान प्रजावान पशुमान। ഇത്രയും നാൾ ഞാൻ ഒരു ദൈവത്തെയും വിശ്വസിച്ചിട്ടില്ല. ഇപ്പൊ പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിക്കാണ്. ഭീഷ്മനാരായണ സ്വാമിയിൽ നിന്നും ഭദ്രയെ മോദിപ്പിച്ച് എനിക്ക് ഭർത്താവായി തരൂ ഭഗവാനെ. ഞാൻ ഇന്നോളം നിന്നോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ആദ്യ അപേക്ഷയാണ്. ബദ്രിയെ തക്ഷശിലയുടെ ആചാര്യസ്ഥാനത്തിരുത്തി എന്റെ ആഗ്രഹം പൂർത്തീകരിച്ചു തരണമേ. ഇവനെ മനുഷ്യർക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവന്റെ ബലഹീനത ദൈവം മാത്രമാണ്. നിൽക്കാൻ
എന്റെ പ്രാർത്ഥന സഫലമാവാൻ വേണ്ടി എന്റെ ജീവൻ പോയാലും സാരമില്ല. തീർത്ഥാടനത്തിന് ബദ്രീനാഥിൽ വരുന്ന പെണ്ണുങ്ങളെ പ്രേമിക്കാൻ നോക്കുന്നോടാ. ഇനി എന്ത് ചെയ്യാൻ പോവാ? ഇങ്ങോട്ട് വാ. അവൻ ചത്തു. വാ, വേഗം രക്ഷപ്പെടാം. പറയുന്ന കേൾക്ക്. വാ, വരാൻ. ഇങ്ങോട്ട് വരാൻ. വരാനാ പറഞ്ഞത്. അളകനന്ദ, അളകനന്ദ. सभी बद्रीनाथ के भक्तजनों सावधान से सुनिए। आज से 6 महीने तक पूरा बद्रीनाथ बंद रहेगा। पूरा प्रांत बर्फ से भरा होगा, यहाँ तक कि जान भी जा सकती है। आप सबसे अनुरोध है कि यहाँ से सुरक्षित स्थान को लौट जाइए। ചോദിച്ചാ തന്നെ കൊടുക്കായിരുന്നാ പോരെ. കറക്റ്റാ പറഞ്ഞത് നിങ്ങളുടെ ബേട്ട. എന്നാ പോകാം. അങ്ങോട്ടാ പോകേണ്ടത്. എന്നാ വാ. ये लोग हो गए. മോളെ അളകനന്ദ, എല്ലാവരും മരിച്ചുപോയി എന്ന് വിശ്വസിക്കുന്ന ബദ്രി ജീവനോടുണ്ട് മോളെ. സത്യമാണോ മുത്തച്ഛ? അതെ മോളെ, ആ ബദ്രി തന്നെ നിന്നെ വിവാഹം കഴിക്കുള്ളൂ. ചിരഞ്ജീവ 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 സുഖി ഭവ സുഖി ഭവ സുഖി ഭവ ചിരഞ്ജീവ 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 സുഖി ഭവ സുഖി ഭവ സുഖി ഭവ. ജന്മങ്ങൾ ജീവിക്കും ഞാൻ, അന്നും നിന്നെ സ്നേഹിക്കും ഞാൻ, കാണാതെ കാത്തിരിക്കും സഖിയേ. ശൃംഗാരച്ചിരി കാട്ടി നീ നെഞ്ചോരം ചിറകാട്ടി നീ തങ്കക്കൊലുസായി ഇളകി വരുന്നൻ സഖിയേ. നിന്നും കൂടിയിരിക്കാൻ നിന്നിഴലായി കൂടെ നടക്കാൻ ഞാൻ അറിയാതെ മോഹിച്ചതറിയുന്നു നീ. ചിരഞ്ജീവ 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 സുഖി ഭവ സുഖി ഭവ സുഖി ഭവ ചിരഞ്ജീവ 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 സുഖി ഭവ സുഖി ഭവ സുഖി ഭവ. മൊഞ്ചുള്ളൊരു പുഞ്ചിരിയാൽ നീ എന്നെ മയക്കിത്തീര
ചിത്രാമണി മഞ്ഞിൻ തേൻ തുള്ളികളായി നെഞ്ചേളി തഞ്ചെന്നൊരു ചന്ദ്രനായി നീ എന്നെ ഉണർത്തി സുഖമുള്ളൊരു വിരഹത്തിൻ പകലുകളായി മനസ്സിലെ മണിമാനം തെളിഞ്ഞാൽ നിന്നെ കൊണ്ടുപോകും ഞാൻ. അന്നെല്ലാം ചോദിക്കും ഞാൻ കണ്ണില്ലെങ്കിൽ കവരും ഞാൻ പുഴയായി നിന്റെ വഴി നീളെ ഒഴുകിയിടും ഞാൻ. ചിരഞ്ജീവ 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 സുഖീ ഭവ സുഖീ ഭവ സുഖീ ഭവ. ജന്മങ്ങൾ ജീവിക്കും ഞാൻ അന്നും നിന്നെ സ്നേഹിക്കും ഞാൻ കാണാദൂരെ കാത്തിരിക്കും സഖിയേ. ശൃംഗാരച്ചിരി കാട്ടി നീ നെഞ്ചോരം ചിറവാട്ടി നീ സംഘക്കൊലുസായി ഇളകി വരുന്നൻ സഖിയേ. ചിരഞ്ജീവ 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 സുഖീ ഭവ സുഖീ ഭവ സുഖീ ഭവ. വരണം സർ. എന്റെ ഭാര്യയെ ജീവിതകാലം മുഴുവനും അപ്പച്ചി എന്ന് വിളിക്കാനുള്ള ഭാഗ്യം അളകനന്ദയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ജോത്സ്യരെ, ഞങ്ങൾക്ക് വേറെ ധാരാളം ജ്യോത്സ്യന്മാരുണ്ട്. എന്നിട്ട് ഞാൻ നിങ്ങളെ തന്നെ വിളിക്കാൻ കാരണമെന്താണെന്ന് മനസ്സിലായോ? നിങ്ങൾ മുഹൂർത്തം കുറിച്ചാൽ എന്റെ അമ്മായിപ്പനത് കൂടുതൽ ഇഷ്ടമാകും. അത്രയ്ക്ക് നല്ലൊരു മുഹൂർത്തം തന്നെ കുറിച്ചോളൂ. പെൺകുട്ടിയുടെ ജാതക പ്രകാരം ബദ്രി ക്ഷേത്രം പുനഃപ്രാരംഭോത്സവ നാൾ വൈശാഖ ശുദ്ധ ഷഷ്ടി ദിവസം മംഗളമായ മുഹൂർത്തമുണ്ട്. എന്നാൽ ആ മുഹൂർത്തം നിങ്ങളുടെ അമ്മായി അച്ഛന് ഇഷ്ടാവൂല. അതെന്താ? ആ മുഹൂർത്തത്തിന് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം നടന്നത്. അതൊന്നും സാരമില്ല. എന്റെ കല്യാണം നടന്ന മുഹൂർത്തത്തിൽ തന്നെ അളകനന്ദയുടെ കല്യാണവും നടക്കുന്നതിൽ എന്റെ അച്ഛൻ ശരിക്കും സന്തോഷിക്കുകയുള്ളൂ. അതേ മുഹൂർത്തം ഫൈനൽ ചെയ്തോളൂ. എന്റെ മകൻ എത്ര മിടുക്കനാണെന്ന് അറിയോ അച്ഛാ? എന്റെ മനസ്സിലുള്ള ആഗ്രഹം സാധിച്ചു തരാൻ വേണ്ടി അളകനന്ദയുടെ മനസ്സിലുള്ള ആ ബദ്രിയെ കൊന്നു കളഞ്ഞു ഇവൻ. ബനാറസിൽ പോയി സ്വർണ്ണ നൂലുകൾ കൊണ്ട് ഓരോ ഡിസൈൻസും ചെയ്യിച്ച് 1 കോടി രൂപ കൊടുത്ത് വാങ്ങിയ സാരിയാണച്ചാ. എന്റെ മരുമകളുടെ മനസ്സ് മാറ്റി നിശ്ചയദാർഢ്യത്തിന് വിളിച്ചുകൊണ്ട് വാ. എല്ലാവരും എതിർത്തിട്ടും അതൊന്നും കേൾക്കാതെ നീ ഇവന്റെ കൂടെ ഇറങ്ങിപ്പോയ അന്ന് നിന്നെ കൊന്നുകളയാ ഞാൻ എന്റെ മോനോട് പറഞ്ഞതാ. പക്ഷെ നിന്റെ ഏട്ടൻ എന്താ ചെയ്തേന്നറിയൂ? എന്റെ അനിയത്തിയുടെ സന്തോഷമാണ്, അതാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞ് അന്ന് എന്നെ തടഞ്ഞു അവൻ. അത്ര വലിയ മനസ്സുള്ള നിന്റെ ഏട്ടന്റെ മോളുടെ മനസ്സ് വിഷമിപ്പിച്ചുകൊണ്ട് ഈ വിവാഹ നിശ്ചയം നടത്തണോടി നിനക്ക്? മനുഷ്യത്വമുണ്ടോടി നിനക്ക്? എന്റെ കഴുത്തിൽ ജീവനുണ്ടെങ്കിൽ ഈ കല്യാണം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെ കഴുത്തിൽ ജീവനുണ്ടെങ്കിൽ ഈ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് ആ കഴുത്തങ്ങ് കട്ട് ചെയ്തത്. ജോത്സ്യരെ, മുഹൂർത്തം എന്റെ അമ്മായിപ്പിന് വളരെ ഇഷ്ടമായിട്ടുണ്ട്. ഫിക്സ്. തലകുനിച്ചു നിന്ന ചെയ്ത തെറ്റുകൾക്കുള്ള പരിഹാരമാകുമോ? തലകുനിച്ച് നിൽക്കുന്നത് കൊണ്ട് മാത്രം തെറ്റ് ചെയ്തെന്ന് കരുതരുത്. അവൻ എപ്പോഴും ഈ സന്നിധിയിൽ വേണ്ട, തലകുനിച്ച് നിർത്ത. ഭഗവാനെ പോലും ഇഷ്ടമല്ലാത്ത ആ പെണ്ണ് ബദ്രീനാഥിൽ വന്നിട്ട് ഭഗവാനെ പോലും മറന്നിട്ട് ഇവൻ അവളുടെ പിന്നാലെ നടന്നെങ്കിൽ അത് പ്രേമല്ലെന്നാണോ പറയുന്നത്? ക്ഷേത്രം അടയ്ക്കുന്നതിന് മുമ്പ് അവര് വന്ന ആ പെണ്ണിനെ പിടിച്ചുകൊണ്ട് പോകുമ്പോ ഗുരുവിന്റെ മുമ്പിൽ വെച്ച് അളകനന്ദ അളകനന്ദ എന്ന് വിളിച്ചു കൂവിയെങ്കിൽ പ്രേമമില്ലാഞ്ഞിട്ടാണോ അത്? പ്രേമിച്ചു എന്നുള്ളത് സത്യമാണ്. ഇങ്ങനെ തലകുലിച്ച് നിൽക്കുന്നത് അതുകൊണ്ടാണ്. ഈ ഗുരു ചെയ്ത തെറ്റെന്താണെന്ന് അറിയോ? നിന്റെ ജാതിയും മതവും ഒന്നും നോക്കാതെ നിനക്ക് വേദോപദേശം തന്നിട്ട് എത്രയോ ശിഷ്യന്മാരുണ്ടായിട്ടും അവർക്കൊന്നും നൽകാതെ ഈ തട്ടശിലയുടെ സ്ഥാനം നിന്നെ ഏൽപ്പിക്കാൻ ആഗ്രഹിച്ചതാണ്. ഇവൻ എന്ത് ശിക്ഷയാണ് ഗുരു നൽകേണ്ടത്? ഞാനിതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഗുരുജി, എന്നെ വിശ്വസിക്കും.
മോനെ. ബദ്രി, നിന്നെ എല്ലാം പഠിപ്പിച്ച ഗുരു കള്ളം പറയാൻ പഠിപ്പിച്ചോന്ന് ചോദിക്കടാ മോനെ. ബദ്രി, ഗുരുജി, ആ ബദ്രീനാഥനെ തൊട്ട് സത്യം ചെയ്ത് പറയുക, ഇതുവരെ ഞാൻ ഒരു പെണ്ണിനെയും പ്രേമിച്ചിട്ടില്ല, ഇനി ഒരിക്കലും പ്രേമിക്കുകയില്ല. അങ്ങേക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും അങ്ങേ ധിക്കരിച്ചുകൊണ്ട് ഇതുവരെ ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. എന്നെ വിശ്വസിക്കണം. ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. ആ വിശ്വാസം നീ നിലനിർത്തണം. കല്ലും മുള്ളും ഒക്കെ ഉണ്ട്, സൂക്ഷിച്ച് നടക്കണം. കുഴിയിലെങ്ങാണം വീണ മതി, ഇനി മൂന്നർത്ത് ബാലൻസ് ഞാൻ കുടിച്ചോളാം. പ്ലീസ്. താങ്ക്സ്. എന്തിനാടാ ഈ പെണ്ണിനെ ഇങ്ങനെട്ട് ദ്രോഹിക്കുന്നത്? ഇവളുടെ മുത്തച്ഛനെ കൊന്നപ്പോ ഇവളെ കൂടെ കൊല്ലാൻ പാടില്ലായിരുന്നു നിനക്ക്? എന്തിനാടി ചെലക്കുന്നത്? ഇവളെ കൊല്ലണമായിരുന്നെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ എന്നെ അപമാനിച്ചപ്പോൾ എനിക്കത് ചെയ്യാമായിരുന്നു. അന്ന് ഞാൻ ക്ഷമിച്ചതാ. ഇവൻ എന്റെ മോൻ കെട്ടിക്കഴിഞ്ഞ ഇവൾ പട്ടിയെ പോലെ ഇവിടെ കിടക്കും. വടാ. ബദ്രി, നിനക്ക് സുഖമാണോ? ബദ്രി, നിനക്ക് സുഖമാണോ?
എന്റെ മുത്തച്ഛൻ അവർ കൊന്നുകളഞ്ഞു. എന്നെ നിർബന്ധിച്ച് വിവാഹ നിശ്ചയം നടത്തിയിരിക്കുക. നീ ജീവനോടെ ഉണ്ടെന്നുള്ളത് എന്റെ ഏക ധൈര്യം. ജ്യോതി ദർശനം ചെയ്തു കഴിഞ്ഞു ഞാൻ സ്നേഹിക്കുന്ന ആളെ എനിക്ക് കിട്ടുമെന്ന് നീ പറഞ്ഞില്ലേ? ആ വിശ്വാസം കൊണ്ട് മാത്രം ഞാൻ ജീവിച്ചിരിക്കുന്നത്. മനസ്സിലൊരു സമാധാനവും ഇല്ല. നിനക്ക് കഴിയുമെങ്കിൽ കുറച്ചു നേരത്തെ വന്ന് എന്നെ കൊണ്ടുപോകണം പ്ലീസ്. പ്രേമത്തിന്റെ പേരിൽ ക്ഷേത്രാചാരങ്ങൾ മറന്ന നിങ്ങളുടെ ശിഷ്യൻ ഇനി ബദ്രീനാഥിൽ കാലൂത്താൻ പാടില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. ആര്? ടെമ്പിൾ ട്രസ്റ്റ് ആൻഡ് ഉത്തരാഖണ്ഡ് എൻഡോൺമെന്റ് സർ. അപമാനിക്കപ്പെട്ട എന്റെ ശിഷ്യന് കാലുകുത്താൻ അവകാശമില്ലാത്ത ഈ ബദ്രി ക്ഷേത്രത്തിൽ ഞാനും ഇനി വരില്ലെന്ന് എന്ന് പറഞ്ഞേക്കും. എന്നെ ധിക്കരിച്ച് അവൻ വരില്ല. അവനെ വിട്ടിട്ട് ഞാനും വരില്ല. ഈ മഹാക്ഷേത്രം മഞ്ഞിൽ മൂടിക്കിടക്കും. തിരിച്ച് 6 മാസം കഴിഞ്ഞ് ക്ഷേത്രവാതിലുകൾ തുറക്കുമ്പോ ആ അഖണ്ഡ ജ്യോതി അതുപോലെ തന്നെ തെളിഞ്ഞു നിൽക്കുന്നുണ്ടാവും. നമ്മുടെ എല്ലാം പോയി. ബാബാ പോസ്റ്റ് ഇവിടെ ഒരു ഒപ്പിടണം. അളകനന്ദ, ബദ്രീനാഥിന്ന് ഒരു പാഴ്സൽ വന്നിട്ടുണ്ട്. എന്താ ഇത്? അത് നാരായണ പർവ്വതത്തിലെ മണ്ണാണ്. മണ്ണോ? അയ്യോ അയ്യോ വേണ്ട, ചവിട്ടരുത്. ഇതിൽ ഓരോ തരിയിലും ശ്രീ മഹാവിഷ്ണു ഉണ്ട്. മണ്ണില് മഹാവിഷ്ണു? ഇവൾക്ക് മെന്റലായെന്നാ തോന്നുന്നേ. അത് കൂടാതെ നോക്കിയോ. എന്താ മോളെ ഇത്? ഇങ്ങനൊരു അവസ്ഥയിൽ ബദ്രി വരുന്നതിന് പകരം മണ്ണാണോ അയക്കുന്നത്? ബദ്രി ജീവനോടുണ്ടെന്ന് ഇപ്പൊ എവിടെ ആരും അറിയരുത്. Total 10 lakhs. I will share. Yeah. 3.5, 3.5, 3.5. ഒരു ഹാഫ് കൂടുതൽ വന്നു. 2.5, 2.5, 4.5. ഒരു ഹാഫ് കുറഞ്ഞു പോയി. 5.5. ഇതൊന്നും വൈൻ ഷോപ്പാ? ഫുള്ള് ഹാഫ് ക്വാർട്ടറിനൊക്കെ ഇത് നിനക്ക്. Everybody know. നിന്റെ വാശിയുടെ പേരിൽ മാത്രം നടക്കുന്ന ഈ കല്യാണത്തിന് ആദ്യ ക്ഷണക്കത്തിൽ ആരുടെ പേരാണ് എഴുതേണ്ടത്? നിങ്ങളുടെ കുടുംബത്തിലെ രാജഗുരുവായ രാമാനന്ദ സ്വാമിയുടെ പേരാണ് ആദ്യം എഴുതേണ്ടത്. എന്താ സർക്കാർ, എന്തൊക്കെയുണ്ട്? എന്റെ മകന്റെ വിവാഹമാണ് ഗുരുജി. ഈ കല്യാണത്തിന് ഞാൻ വരില്ല. അതെന്താ ഗുരുജി? അങ്ങില്ലാതെ എങ്ങനെ? നടക്കാത്ത കല്യാണത്തിന് ഞാൻ വന്നിട്ട് എന്ത് കാര്യം? സാർ, അളകുന്നത് എസ്കേപ്പ് ചെയ്തു സാർ.
എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഡാഡി എന്നെ അടിച്ചെന്തിനാ ഡാഡി? ആ ബദ്രിയെ കൊന്നതിന് ശേഷം മാത്രമേ ഇവളെ കൊണ്ടുവരാമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. എന്നിട്ട് എന്നെ കൊണ്ടുവന്നത്? അവൻ ചത്തെന്ന് നീ എങ്ങനെ കൺഫേം ചെയ്തത്? ശ്വാസം നോക്കിയാ കൺഫേം ചെയ്ത സർക്കാർ. അവൻ ചത്തു. ഇല്ല, അവൻ ജീവനോടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇവൾ ഓടിപ്പോയത്. ഹാറ്റ്സ് ഓഫ് സർക്കാർ. ഇപ്പോഴെനിക്ക് മനസ്സിലായി നിങ്ങൾ എങ്ങനെയാ ഈ സ്റ്റേറ്റ് ഭരിക്കുന്നതെന്ന്. ഇവരെ അപ്പച്ചിന്ന് വിളിച്ചില്ലെങ്കിൽ പോലും നിങ്ങളെ അമ്മാവാന്ന് വിളിക്കാൻ തോന്നുന്നു. എന്നെ കൊണ്ട് അപ്പച്ചിന്ന് വിളിപ്പിക്കാമെന്ന് ഇവർക്ക് നിങ്ങൾ വാക്ക് കൊടുത്തല്ലോ. അതുപോലെ ബദ്രിയും എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട്. അവൻ വന്ന് എന്നെ കൊണ്ടുപോകാമെന്ന്. എന്നെ നിങ്ങൾക്ക് തടയാൻ കഴിഞ്ഞെന്നിരിക്കും, പക്ഷെ അവനെ തടയാൻ ഒരാളെ കൊണ്ടും പറ്റില്ല. എനിക്ക് തടയാൻ കഴിയും. ഇതുവരെ എന്റെ അക്കൗണ്ടിൽ 99 കൊലപാതകങ്ങളേ ഉള്ളൂ. ഇവൻ 100ാമത്തേതാണ്. അവനെ കൊന്ന് സെഞ്ചുറി തികച്ചേക്കാം. സർക്കാർ, ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും ശക്തമായത് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ടെൻഷൻ ആകണ്ട, ഞാൻ പറയാം. പ്രേമം അല്ല, ബദ്രി. എന്റെ ബദ്രിനാഥ്. അവന്റെ മനോധൈര്യത്തെയും ശക്തിയെയും എതിർത്ത് തോൽപ്പിക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല. എന്താണ് ഇന്ന് പറഞ്ഞത്? ശരിക്കും ദൈവത്തിൽ പോലും വിശ്വാസമില്ലാതിരുന്ന അവൾക്ക് ബദ്രിനാഥിൽ വിശ്വാസം ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയായിരുന്നു? നീ ആ വിശ്വാസം ഉണ്ടാക്കിയതിന്റെ പേരില്ല നീ വരുമെന്ന പ്രതീക്ഷയിൽ അവൾ ഇവിടെ കാത്തിരിക്കുന്നത്. അത്രയ്ക്ക് വിഷമിച്ച് കാത്തിരിക്കുന്ന അവൾക്ക് മണ്ണോ മലയോ ഒന്നും അല്ല കൊടുത്തയക്കേണ്ടത്. അല്ലാഹു ആണെങ്കിലും ആദിശങ്കരനാണെങ്കിലും യേശുക്രിസ്തു ആണെങ്കിലും ദൈവം എപ്പോഴും മനുഷ്യന്റെ രൂപത്തിലെ സഹായിക്കാൻ വരികയുള്ളൂ. നീ അവളെ രക്ഷിച്ചില്ലെങ്കിൽ ബദ്രിനാഥിലുള്ള അവളുടെ വിശ്വാസം പോകും. അതോടെ അളകനന്ദയുടെ ജീവനും പോകും. നീ അവളെ രക്ഷിച്ചില്ലെങ്കിൽ ബദ്രിനാഥിലുള്ള അവളുടെ വിശ്വാസം പോകും. അതോടെ അളകനന്ദയുടെ ജീവനും പോകും. ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. ആ വിശ്വാസം നീ നിലനിർത്തണം. വേഗമാകട്ടെ, ക്ഷേത്രം തുറക്കുന്ന മറ്റന്നാളാണെന്ന് അറിയാമല്ലോ. വേഗമാകട്ടെ. ആ ശരി ശരി. കൃഷ്ണദാസ് എവിടെ? എന്റെ ഗുരുവില്ലാത്ത സമയത്ത് നിങ്ങൾക്ക് എന്താ അവിടെ കാര്യം? ബദ്രി എവിടെടാ? ഏയ്, അളകനന്ദയെ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളുടെ നാട്ടിലേക്ക് പോയിട്ടുണ്ടാ. നിങ്ങളുടെ വീട്ടിലേക്ക് ഇനി വെറും 10 മിനിറ്റ് ദൂരെ കാണുള്ളടാ. നിങ്ങളുടെ ആൾക്കാരോട് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാൻ പറഞ്ഞു. എത്ര ശക്തരാണെങ്കിലും ബദ്രിയുടെ അടുത്ത് ചെന്നാ ഭസ്മമായി പോകുമടാ, നിന്റെ മോനുൾപ്പെടെ. എന്താ? അതേടാ, ഇതുവരെ നമ്മുടെ ശത്രുക്കളാരും ആ നാട്ടിൽ കാലുകുത്തിയിട്ട് ജീവനോടെ അവിടുന്ന് തിരിച്ചു പോയിട്ടില്ല. ആ ബദ്രിയും അവിടുന്ന് തിരിച്ചു പോകരുത്. അവൻ അവിടെ കാലുകുത്താൻ പോലും സമ്മതിക്കരുത്. ഇപ്പൊ പിന്മാറിയാൽ ഒരു തല മാത്രമേ പോവുകയുള്ളൂ. തലയോട് തിരികെ പോകാമെന്ന് തന്റെ ഇടമുള്ള ഒരു വള. ഭഗവാന്റെ അടുത്തേക്ക് ഇവളെ കൂട്ടിക്കൊണ്ടുപോകാനാ ഞാൻ വന്നത്. തടയാൻ നോക്കരുത്. ഭഗവാന്റെ അടുത്തുകൊണ്ടുപോയി ഭജന വരുത്താൻ അളകനന്ദ എന്താ വല്ല ബ്രഹ്മചാരിയോ സ്വാമിയോ മറ്റോ ആണോ? ഇവന്റെ ഭാര്യ ആകേണ്ടവളാ. ഏയ്, നിങ്ങളോട് സംസാരിച്ചിരിക്കാനുള്ള ക്ഷമ എനിക്കില്ല. ദൈവത്തിന്റെ കാര്യത്തിൽ തടസ്സം നിൽക്കരുത്. കൊന്നുകളെ ഞാൻ. എന്താടാ, ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഞങ്ങൾക്ക് പണി തരുന്നോ? തടസ്സം നിൽക്കാതെ മാറിപ്പൊയ്ക്കോ. കൊല്ലണവന്.
എവിടേക്കാടി നീ പോകുന്നത്? പോകത്ത്. എന്താണ് നോക്കുന്നത്? കത്തി അമർന്നത് തക്ഷശില മാത്രമല്ല, അങ്ങിത്ര നാൾ കാത്തു സൂക്ഷിച്ച വിശ്വാസം. ശരീരത്തിനേറ്റ മുറിവുകൾ മാറ്റാൻ സാധിക്കും. ഈ തക്ഷശില വീണ്ടും പുതുക്കിപ്പണിയാനും കഴിയും. പക്ഷെ കാലാന്തരങ്ങളായി ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടി മാത്രം കാത്തു സൂക്ഷിച്ചിരുന്ന ആ ദിവ്യ ആയുധത്തെ കേവലം ആ പെണ്ണിന്റെ പ്രേമത്തിന് വേണ്ടിയാണ് അവൻ ദുരുപയോഗം ചെയ്തിരിക്കുന്നത്. ഹലോ, ജയ്പൂരല്ലേ? ഞങ്ങൾക്ക് 20 legs 40 hands 35 foot അർജന്റായിട്ട് ആവശ്യമുണ്ട്. പണ്ട് സുനാമി തിരമാല വന്നെല്ലാം നശിപ്പിച്ചിട്ട് പോയതുപോലെ ഇന്നലെ ഒരുത്തം വന്ന് മൊത്തം അടിച്ച് നിരപ്പാക്കി. അഡ്രസ് SMS അയക്കാം, പാഴ്സൽ. സർക്കാർ നിങ്ങളുടെ ഇമേജായി തകർന്നു കിടക്കുന്നത്. നിങ്ങളുടെ ജാതകം നല്ലതായതുകൊണ്ട് ആ സമയത്ത് ഇവിടെ ഇല്ലാതെ പോയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജയ്പൂർ ലെഗോ ഹാൻഡോ ഒക്കെ വേണ്ടി വന്നേനെ. നിങ്ങൾ എപ്പോഴും പറയുമായിരുന്നല്ലോ പ്രേമവുമായി ബന്ധപ്പെട്ട ജോലികൾ ഏറ്റെടുക്കാൻ താല്പര്യമില്ലെന്ന്. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായി. വിടില്ല ഞാൻ. തുടരുത്. ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരന്റെ മകളായിട്ടാ ഞാൻ ജനിച്ചത്. എത്രയോ വലിയ ആലോചനകൾ വന്നിട്ടും അതൊക്കെ ഉപേക്ഷിച്ച് നിന്നെ എന്തിനാ കല്യാണം കഴിച്ചെന്ന് അറിയാമോ നിനക്ക്? ചെറുപ്പം മുതലേ എനിക്ക് റൗഡിസമായിരുന്നു ഇഷ്ടം. 20 വർഷങ്ങൾക്ക് മുൻപ് ചില തെരുവുകൾ ഭരിച്ചിരുന്ന നീ ഇപ്പോ ഒരു സ്റ്റേറ്റിനെ ഭരിക്കുന്ന നിലയിലെത്തിയെങ്കിലും അത്ര കരുത്തനായ നിനക്ക് എന്റെ മകനെ കൊണ്ട് അവളുടെ കഴുത്തിൽ താലി കെട്ടിക്കാൻ കഴിഞ്ഞില്ല. നിന്നെ കൊണ്ടതിന് കഴിയാഞ്ഞിട്ടല്ല, പക്ഷെ ആദ്യം ആ ബദ്രി ഒന്ന് പറയുന്നവനെ കൊന്നെങ്കിലേ എന്റെ മോൻ അവളെ കെട്ടാൻ പറ്റൂ. എന്റെ മോൻ കണ്ണു തുറക്കുന്നതിന് മുമ്പ് ആ ബദ്രിയുടെ കണ്ണുകൾ അടഞ്ഞിരിക്കണം. അളകനന്ദ എന്റെ മോന്റെ കാൽ കീഴിൽ ഉണ്ടാവുകയും വേണം. മനസ്സിലായില്ലേ? ബദ്രീനാഥിന്റെ നാമത്തിൽ സത്യം ചെയ്തിട്ട് അത് ലംഘിച്ച നീ ഈ പവിത്രമായ ക്ഷേത്രമുറ്റത്തു നിന്നും വേഗം പുറത്തു പോ. അതെന്റെ ഗുരു മാത്രമല്ല, എനിക്ക് ദൈവത്തിന് തുല്യമാ. നിനക്ക് ജ്യോതി ദർശനം ചെയ്ത് നിന്റെ ആഗ്രഹം പൂർത്തീകരിക്കണ്ടേ? നീ ചെല്ല, വയ്ക്കോ.
अलकनंदा नंदिनी ഞാൻ നിന്നോട് പ്രാർത്ഥിച്ചതുപോലെ എന്നെയും ബദ്രിയും ഒന്നാക്കാൻ ദർശനത്തിന് മുമ്പേ ആ ഭീഷ്മനാരായണന്റെ മനസ്സ് നീ മാറ്റിയല്ലോ ബദ്രിനാഥ്. താങ്ക് യു. എന്താ ഹാപ്പി ആയില്ലേ? ഹാപ്പിയാണ്, പക്ഷെ 100% ആയിട്ടില്ല. 99%. നീ പ്രേമിച്ച ആളെ കല്യാണം കഴിക്കുമ്പോ 100% ഹാപ്പി ആയിക്കോളും. എടാ മണ്ടം ബദ്രി, ഇത്രയും കാലം ഞാൻ ആരെയോ പ്രേമിച്ചെന്ന് നിനക്കറിയോ? അവനെ കൊന്നിട്ട് അളകുന്നതേ പോയി പിടിച്ചോണ്ട് വേണ അവിടെ നിൽക്കണം. ജ്യോതി ദർശനം ചെയ്യിക്കാന്ന് വാക്ക് കൊടുത്തുകൊണ്ടാണ് ഞാൻ അവളെ കൊണ്ടുവന്നത്. ഞാൻ ഈ പെണ്ണിനെ പ്രേമിക്കുന്നുവെന്ന് തെറ്റിദ്ധരിച്ചതും അപവാദം പ്രചരിപ്പിച്ചതും നിങ്ങളൊക്കെയാണ്. ഞാൻ ഈ പെണ്ണിനെ മാത്രമല്ല, ഈ ലോകത്തുള്ള ഒരു പെണ്ണിനെയും പ്രേമിക്കില്ല. ഞാൻ ജനിച്ചതും ജീവിക്കുന്നതും എന്റെ ഗുരുവിന് വേണ്ടിയാണ്. അങ്ങനോട് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ നിന്ന് മാത്രമല്ല, ഈ ലോകത്തിൽ നിന്ന് തന്നെ ഞാൻ പൊയ്ക്കോളാം. ശിഷ്യന് ഗുരുവിനോട് ക്ഷമിക്കാൻ ശാസ്ത്രം അനുശാസിച്ചിരുന്നെങ്കിൽ ഗുരുജി, ഈ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ ഒരു വിശ്വാസത്തിലാ. ആ വിശ്വാസത്തിൽ ഞാൻ തോറ്റുപോയി, നീ വിജയിച്ചു. പോ, ചെന്ന് ദർശനം ചെയ്യ്. ഭീഷ്മനാരായൺ, അവരോട് നിൽക്കാൻ പറ. ജ്യോതി ദർശിച്ച ആഗ്രഹങ്ങൾ സഫലമാവുന്നു. ഞങ്ങളെ പോലുള്ള പാവങ്ങളെ വെറുതെ പറഞ്ഞു പറ്റിക്കരുത്. ബദ്രി, ഞാൻ മനസ്സിൽ വിചാരിച്ചത് ആരെയാണെന്നറിയോ? നിന്നെ. ഞാൻ പ്രേമിച്ചത് ആരെയാണെന്നറിയോ? അത് നിന്നെയാ. നിർത്തടി. വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞോ കൊന്നുകളയും ഞാൻ. ഒരു നിമിഷം, അത് കഴിഞ്ഞ് നിങ്ങൾ എന്നെ എന്ത് വേണേ ചെയ്തോ? ഏ ബദ്രി, നിന്നെ പോലുള്ള ആളുകൾ ഞങ്ങളെ പോലുള്ള പാവങ്ങളെ പറഞ്ഞ് പറ്റിക്കാണ് ഇവിടെ ദൈവം ഉണ്ടെന്ന്. അത് വിശ്വസിച്ച് ഇവിടെ വന്നിരിക്കുന്നവരെല്ലാം വിഡ്ഢികളാണ്. ശരിക്കും ദൈവം ഇല്ല. ഈ ബദ്രിനാഥ് ക്ഷേത്രത്തിൽ മാത്രമല്ല, ലോകത്ത് ഒരിടത്തും ഒരു ദൈവങ്ങളും ഇല്ല. വിശ്വസിക്കരുത്, വിശ്വസിക്കരുത്, വിശ്വസിക്കില്ല ഞാൻ. ബദ്രി, I love you, ബദ്രി. I love you. നീ ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ബദ്രി. ഞാൻ ജീവിക്കില്ല, ഞാൻ ജീവിക്കില്ല ബദ്രി. ബദ്രി, I love you, ബദ്രി. ഞാൻ ജീവിക്കില്ല ബദ്രി. നീ ഇല്ലെങ്കിൽ ഞാൻ ജീവിക്കില്ല ബദ്രി. ബദ്രി, എന്നെ കൊണ്ടുവരുന്ന പറ ബദ്രി. ബദ്രി, നിൽക്ക് ബദ്രി. ആ ഭഗവാനോട് നിനക്കുള്ള ഭക്തിയെക്കാളും ആ പെൺകുട്ടിക്ക് നിന്നോടുള്ള പ്രേമമാണ് വലുത്. എന്റെ സ്ഥാനത്തേക്ക് എന്റെ ശിഷ്യന്മാരിൽ ആരെങ്കിലും വരും,
പക്ഷെ ആ പെണ്ണിന്റെ മനസ്സിലുള്ള നിന്റെ സ്ഥാനത്തേക്ക് മറ്റാർക്കും വരാൻ പറ്റില്ല. ബദ്രി, സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു ഈ ബദ്രിനാഥിലെ ഓരോ അണുവിലും ഉണ്ടെന്ന സത്യം ആ പെൺകുട്ടിയെ പോലെ ഇവിടെയുള്ള ലക്ഷക്കണക്കിന് ഭക്തരെയും വിശ്വസിപ്പിക്കേണ്ട ബാധ്യത നിനക്കാണ്. പോയി രക്ഷിക്കും. കൊല്ലരുത്, എന്നെ കൊല്ലരുത് പ്ലീസ്. ഞാൻ പോയിക്കോളാം. പ്ലീസ് എന്നെ കൊല്ലരുത്. ഞാൻ ധർമ്മത്തിന് വേണ്ടിയും നീതിക്ക് വേണ്ടിയും മാത്രമേ കൊല്ലാറുള്ളൂ. ഇനി ഒരിക്കലും അളകനന്ദയെ കുറിച്ച് നീ ഓർക്കാനേ പാടില്ല. അളകനന്ദ, ഇയാള് വീണ്ടും വല്ല കുഴപ്പമുണ്ടാക്കാനാണോ? നീ എന്റെ മകനെയാണ് കൊണ്ടുപോകുന്നത്. പകരം ഇവനേക്കാൾ ബലവാനായ, ഇവനേക്കാൾ ധൈര്യശാലിയായ ഒരു കുഞ്ഞിന് നീ ജന്മം നൽകും. അവനെ എനിക്ക് തരണം.